ഗുഡ് മോർണിംഗ്. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് BRL 113 ബിസിനസ് എത്തിക്സ് എന്ന കോഴ്സിൻ്റെ ഭാഗമായുള്ള 3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. നമുക്ക് വരാൻ പോകുന്ന പരീക്ഷകൾ എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളത്. നിങ്ങളിതിനു മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്ത ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ജസ്റ്റ് ഒരു രൂപം കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. സാധാരണ ഇംഗ്ലീഷിലും ഉണ്ടാവും, ഹിന്ദിയിലും ഉണ്ടാവും. അങ്ങനെ 2 പാർട്ടായിട്ട് ഉണ്ടാവുക. ഹിന്ദി കണ്ടിട്ട് ബേജാറാവണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ സാധാരണ ഉണ്ടാവുക 8 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് 20 മാർക്ക് എന്നുള്ള അടിസ്ഥാനത്തിൽ. പക്ഷേ നമുക്കതിൽ എത്ര ചോദ്യം എഴുതിയാൽ മതി? 5 ചോദ്യം എഴുതിയാൽ മതി. 3 മണിക്കൂർ പരീക്ഷ നമുക്ക് എഴുതാൻ സമയമുണ്ടാവും. 100 മാർക്കാണ് മൊത്തത്തിലുണ്ടാവുക. ഒരു ചോദ്യത്തിന് ചിലപ്പോൾ ഒരുമിച്ച് 20 മാർക്കായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ചിലപ്പോൾ ഒരു ചോദ്യത്തിന് തന്നെ 2 പാർട്ടുകളുണ്ടാവും. നോക്കൂ, ഇതിന് 2 പാർട്ടുകളുണ്ട്. എക്സ്പ്ലെയിൻ ദ കൺസ്യൂമർ റൈറ്റ്സ് ഇൻ ടേംസ് ഓഫ് ഡാറ്റ പ്രൊട്ടക്ഷൻ, അതിന് 15 മാർക്ക്. വാട്ട് ആർ ദ മെയിൻ കൺസേൺസ് ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ ദിസ് റിഗാർഡ് എന്ന് പറയുന്ന ഭാഗത്തിന് നമുക്ക് 5 മാർക്ക്. ഈ പറയുന്ന രീതിയിലാണ് സാധാരണ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ 2025-ലെയും 2024-ലെയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, റൈറ്റ്. ഏതൊക്കെ വർഷത്താണെന്ന് നോക്കിക്കോളൂ. ജൂൺ 2025-ലെ എക്സാമിനേഷൻ, ഡിസംബർ 2024-ലെ എക്സാമിനേഷൻ, ജൂൺ 2024-ലെ എക്സാമിനേഷൻ. ഇതിൽ തന്നെ ചില ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അതും ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നേരിട്ട് എന്തിലേക്ക് പോവാം, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നോക്കൂ, ഇത് നമ്മളുടെ ആ ഒരു ആകത്തുകയുള്ളതാണ്. എന്തൊക്കെയാണ് മെയിനായിട്ട് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളത് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷത്തെയും ഒരു 5-6 ടോപ്പിക്കാണ് മൊത്തത്തിൽ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് ഒന്നാമത്തെ ചോദ്യമാണ്. ഇത് ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ചോദ്യം എന്താണെന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, റൈറ്റ്. നോക്കൂ, ഡിസ്കസ് വേരിയസ് തിയററ്റിക്കൽ അപ്രോച്ച് ടു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ചോദ്യം വന്നിരിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള തിയററ്റിക്കൽ അപ്രോച്ചാണ് ബിസിനസ് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം അത് 2 രീതിയിലാണുള്ളത്. ഒന്ന് ട്രഡീഷണൽ തിയറീസും മറ്റൊന്ന് നോമാറ്റീവ് തിയറീസും. ട്രഡീഷണൽ തിയറീസിനകത്ത് വരുന്നത് ഒരു 4 ടൈപ്പ് സംഭവങ്ങളുണ്ട്. ഒന്ന് യൂട്ടിലിറ്റേറിയനിസം, അതായത് ഏറ്റവും കൂടുതൽ നന്മ കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന കോൺസെപ്റ്റ്. മറ്റൊന്ന് റൈറ്റ് ബേസ്ഡ് എത്തിക്സ്, അതായത് ഫണ്ടമെൻ്റലായിട്ടുള്ള ശരി തെറ്റുകളുണ്ട്, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ് എന്ന് പറയുന്ന തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ബിസിനസ് എത്തിക്സ്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈക്വൽ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ അങ്ങനെയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. മറ്റൊന്ന് വിർച്വു എത്തിക്സ് എന്നുള്ളതാണ്. അതായത് ശരിയായിട്ടുള്ള യഥാർത്ഥത്തിൽ ശരി തെറ്റ് എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടാവും, അതിനെ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്. നമ്മളുടെ ഏറ്റവും ശരിയായിട്ടുള്ള ചില സാധനങ്ങൾക്ക് ഉദാഹരണമാണ് സത്യസന്ധത, സമഗ്രത, അതായത് ഇൻറ്റഗ്രിറ്റി, ഹോണസ്റ്റി, അതുപോലെ തന്നെ നമ്മൾ എന്ത് പറയാതിരിക്കുക, കള്ളത്തരം കാണിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഇതാണ് ട്രഡീഷണൽ തിയറീസ് വരുന്നത്. നോമാറ്റീവ് തിയറീസ് അല്ലെങ്കിൽ ഓട്ടിറ്റ്യൂ തിയറീസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് നോമാറ്റീവ് തിയറീസ് പറയുന്നത്. അത് ബേസിക്കലി 2 ടൈപ്പായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് സ്റ്റേക്ക് ഹോൾഡർ തിയറി എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ അകത്ത് വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, അതായത് എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, സൊസൈറ്റി, ഗവൺമെൻറ്, വെൻഡേഴ്സ്, അങ്ങനെ പറയുന്ന ഒരുപാട് പാർട്ടിക്കാരുണ്ട്. ആ പാർട്ടിക്കാർക്കെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്, നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് സ്റ്റേക്ക് ഹോൾഡർ തിയറി എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. മറ്റൊന്ന് സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്നുള്ളതാണ്. കാരണം ഒരു സൊസൈറ്റിക്കകത്താണ് നിൽക്കുന്നത്, ഒരു സ്ഥാപനം നിൽക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സൊസൈറ്റിയോട് എന്തുണ്ടാവും, ഒരു വലിയ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റിയോട് ഒരു പ്രതിബദ്ധത ഉണ്ടാവും ഓരോ ബിസിനസ്സുകാരനും. അപ്പോൾ സൊസൈറ്റിയുടെ കൺസെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. സൊസൈറ്റിയുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആ സൊസൈറ്റിയിൽ നമുക്ക് ദീർഘകാലം നിലനിൽക്കാൻ സാധിക്കുള്ളൂ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ തിയറി എന്ന് പറയുന്നത്. കാരണം യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറേ നല്ല കാര്യങ്ങളുണ്ട്.
ആ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ? സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുക, കള്ളത്തരം ചെയ്യാതിരിക്കുക, നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ പാർട്ടിക്കാരെ നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ആരും പറ്റിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. മാത്രമല്ല യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറേ സംവിധാനങ്ങൾ, ഉദാഹരണത്തിന് നമ്മൾ മറ്റാരെയും വേദനിപ്പിക്കാതിരിക്കുക, നമ്മൾ പരസ്യങ്ങൾ കൊടുക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതാണ് ഒന്ന്. രണ്ടാമത്തെ കോമൺ ഗുഡ് തിയറി എന്ന് പറയുന്നതാണ്. എൻ്റയർ കമ്മ്യൂണിറ്റിക്ക് നല്ലത് വരുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളൊരു സൊസൈറ്റി, ഇപ്പോൾ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് മൊത്തം നല്ലത് വരുന്ന കാര്യങ്ങളെ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ബേസിക്കലി നമുക്കതിനകത്ത് എഴുതാൻ സാധിക്കുന്നത്. ഇതിനെന്ത് ചെയ്യുക? പോയിൻ്റുകൾ നമ്മൾക്ക് എപ്പോഴും തരം തിരിച്ചെഴുതാം, ചിത്രം വരച്ചെഴുതാം. ഉദാഹരണത്തിന് നോമാറ്റീവ് തിയറീസ് എന്നുള്ള കോൺസെപ്റ്റിൽ ഇവിടെ എഴുതിയിട്ട്, പിന്നെ ട്രഡീഷണൽ, ഇവിടെ നോമാറ്റീവ്. അപ്പോൾ അങ്ങനെ ചിത്രമൊക്കെ വരച്ചെഴുതുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കാൻ സാധിക്കും. ഒന്ന്, വായിക്കുന്ന ആൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും എന്നുള്ളത്. പിന്നെ നമ്മളുടെ കുറച്ച് സ്ഥലം എന്ത് ചെയ്യും, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ചിത്രം വരച്ചിട്ട് എപ്പോഴും എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കോൺസെപ്റ്റാണ് മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, നോക്കൂ. എക്സ്പ്ലെയിൻ ദ കൺസ്യൂമർ റൈറ്റ് ഇൻ ടേംസ് ഓഫ് ഡാറ്റ പ്രൊട്ടക്ഷൻ. ഒരു കൺസ്യൂമറിൻ്റെ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ പ്രൊട്ടക്ഷൻ്റെ ഏരിയക്കകത്ത്. വാട്ട് ആർ ദ മെയിൻ കൺസേൺസ് ഓഫ് കൺസ്യൂമർ ഇൻ ദിസ് റിഗാർഡ്? ഡാറ്റ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഏതെല്ലാം തരത്തിലുള്ള കൺസേൺസ് ആണുള്ളത്, ജാഗ്രതയാണ് വേണ്ടത് എന്നൊക്കെയുള്ളതാണ്. ഇപ്പോൾ കൺസ്യൂമർ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്ന എപ്പോഴും GDPRൻ്റെ 8 റൈറ്റ്സ് എന്ന് പറയുന്ന സാധനം, 8 റൈറ്റുകളുണ്ട്. ഏതൊക്കെയാണ് 8 റൈറ്റുകൾ? റൈറ്റ് ടു ബി ഇൻഫോംഡ്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും കൺസ്യൂമർ അടുത്ത് പറയണം. മാത്രമല്ല റൈറ്റ് ടു ആക്സസ്, നമ്മളങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ നോക്കാൻ, അത് ആക്സസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്ക് കൊടുക്കണം? കൺസ്യൂമർക്ക് കൊടുക്കണം. ഇനി റെക്ടിഫിക്കേഷൻ, ആ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയ്ക്കകത്ത് എന്തെങ്കിലും പിശകുകളുണ്ടെങ്കിൽ, എൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് പിശകുണ്ട്, എൻ്റെ താമസ സ്ഥലത്തിനുള്ള പ്രശ്നം പിശകുണ്ട്, പിൻകോഡ് അടിച്ചിട്ടുള്ളത് ശരിയല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ, കറക്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റൊന്ന് റൈറ്റ് ടു ഇറേഷർ എന്ന് പറയുന്നതാണ്. ആ പറയുന്ന ഡാറ്റ മൊത്തം ആ കമ്പനിയിൽ നിന്ന് ഇറേസ് ചെയ്ത് കളയാൻ പറയാനുള്ള അവകാശം ആർക്കുണ്ട്? കൺസ്യൂമർക്കുണ്ട്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിയിൽ നിന്ന് എല്ലാ ഇൻഫർമേഷനും എന്ത് ചെയ്യണം? മാച്ച് കളയണം എന്ന് പറയുന്നതാണ്. വേറൊന്ന് റെസ്ട്രിക്റ്റഡ് പ്രോസസ്സിങ്. ഇപ്പോൾ കമ്പനി ഇത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് കമ്പനി ചിലപ്പോൾ എന്ത് ചെയ്യും? ഇത് പലതരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ആ ആവശ്യങ്ങളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, എൻ്റെ ഇത് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന് കൊടുക്കരുത്, എൻ്റെത് ഞാനിവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ എൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈൽ ആക്സസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ആർക്കുണ്ട്? കൺസ്യൂമർക്കുണ്ട്. റൈറ്റ് ടു ഡാറ്റ പോർട്ടബിലിറ്റി എന്ന് പറയുന്ന സാധനം, നമ്മൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ക്ലൗഡിലാണെന്ന് വിചാരിക്കുക, ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയിലാണെന്ന് വിചാരിക്കുക. ആ ഡാറ്റ അവിടെ നിന്ന് സുരക്ഷിതമല്ല എന്നുള്ളത് കൊണ്ട് വേറെ സ്ഥലത്തേക്ക് വെക്കണം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ഒരു ഡാറ്റ ഒരു കമ്പനി വാങ്ങിക്കുന്നു, ആ കമ്പനിയുടെ ഡാറ്റ ഉള്ളത് ഇപ്പോൾ ചൈനയിലുള്ളത്. അപ്പോൾ ചൈനയെ എനിക്ക് അത്ര വിശ്വാസമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഡാറ്റ അവിടുന്ന് ചൈനയിൽ നിന്ന് മാറ്റിയിട്ട് യൂറോപ്യൻ കൺട്രീസിൽ എവിടെയെങ്കിലും മാറ്റുന്ന രീതിയിലേക്കുള്ള സെർവർ നോക്കണം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? കസ്റ്റമർക്കുണ്ട്. അതിനെയാണ് നമ്മൾ ഡാറ്റ പോർട്ടബിലിറ്റി, നമ്മൾ മൊബൈൽ നമ്പറൊക്കെ പോർട്ട് ചെയ്യില്ലേ, അതുപോലെയുള്ളൊരു സംവിധാനം. മറ്റൊന്ന് റൈറ്റ് ടു ഒബ്ജക്റ്റ്, ഓപ്പോസ് സർട്ടൻ ഡാറ്റ ഫോർ പ്രോസസ്സിങ് ആക്ടിവിറ്റീസ്. ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നു, ഒരു മാർക്കറ്റിംഗ് സർവേ അവർ നടത്തുന്നു, അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഡാറ്റ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നു. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ? ഒബ്ജക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം. നമ്മളുടെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പർപ്പസിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗത്തിന് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഡാറ്റ വേറെ എന്തെങ്കിലും പർപ്പസിന് ഉപയോഗിക്കുന്ന സമയത്ത് അതങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരമുണ്ട്. അല്ലെങ്കിൽ അതിനെ ഒബ്ജക്റ്റ് ചെയ്യാൻ, തടസ്സപ്പെടുത്താനുള്ള അധികാരവും നമുക്കുണ്ട്. മറ്റൊന്ന് AI പോലെയുള്ള സംവിധാനങ്ങളുടെ ഓട്ടോമാറ്റഡ് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് തടയാനുള്ള സ്വാതന്ത്ര്യം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതാണ് ബേസിക്കലായിട്ട് വരുന്ന ഡാറ്റ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റുകൾ വരുന്നത്. ഇതിൻ്റെ കൺസേൺസ്, പ്രശ്നങ്ങൾ വരുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ഡാറ്റ പ്രൈവസി, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ സുരക്ഷിതമായിട്ട് പ്രൈവസിയോടുകൂടി ഇവർ സൂക്ഷിച്ചു വെക്കുമോ, അതോ ഇവരെ വേറെ ആർക്കെങ്കിലും ലീക്ക് ചെയ്ത് കൊടുക്കുമോ, അതോ ഇവരെ വെൻഡേഴ്സ് ആരെങ്കിലും ലീക്ക് ചെയ്ത് കൊടുക്കുമോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസേൺ ആണ്, പ്രശ്നമാണ്, ചാലഞ്ചാണ്. മറ്റൊന്ന് ഫിനാൻഷ്യൽ ഫ്രോഡ് എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ ബേസിക് ആയിട്ടുള്ള പല ഇൻഫർമേഷൻസ് ഈ പറയുന്ന കമ്പനികൾക്കകത്ത് ഉണ്ട് എന്നാണെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യൽ റെക്കോർഡുകൾ പരിശോധിക്കാനോ അതിൽ ഓൾട്ടർ ചെയ്യാനോ ഒക്കെയുള്ള സംവിധാനങ്ങൾ, അതിന് ആക്സസ് കിട്ടാനുള്ള സംവിധാനം ആർക്കുണ്ട്?
ഈ കമ്പനികൾക്ക് ഉണ്ടാവും, ഫിനാൻഷ്യൽ ഡാറ്റ കിട്ടാനുള്ളത്. അങ്ങനെ ആ ഡാറ്റ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഡാറ്റയുടെ ബ്രീച്ചുകളുണ്ടാവും, അതിൻ്റെ ലീക്കുകളുണ്ടാവും. അതും വല്ലാത്തൊരു പ്രശ്നമാണ്. അങ്ങനെയുള്ള ഫ്രോഡുകൾ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊന്ന് സ്പാം, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള കോളുകൾ വരിക. അങ്ങനെയാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ഡാറ്റ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നു, അവർ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നു, അവർ വീണ്ടും വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നു. അങ്ങനെ നമ്മളുടെ നമ്പറും പേരും ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തുണ്ടാവും. അവരെല്ലാം വിളിച്ച് ഇന്ന പ്രോഡക്റ്റ് വേണം, ഇന്ന പ്രോഡക്റ്റ് വേണം നോക്കുക, അല്ലെങ്കിൽ മെയിൽ അയക്കുക, മെസ്സേജ് അയക്കുക. അങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതും വല്ലാത്ത പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ്. ഓക്കെ, റൈറ്റ്. മൂന്നാമത്തെ ചോദ്യം എന്താണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, റൈറ്റ്. യെസ്. What is meant by the energy efficiency? How it is achieved in building products with an ethical focus? അതായത് എനർജി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ബിൽഡിംഗ് എത്തിക്കൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിനെ ഫോക്കസ് ചെയ്യുന്നത്. അതിന് 2+18 18 മാർക്കുകളാണുള്ളത്. അപ്പോൾ ആ 18 മാർക്കുകൾ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അതിൽ 2 മാർക്കാണ് ഡെഫിനിഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഡെഫിനിഷനിൽ പറയുന്നത് എന്താണ്? ഇംപ്ലിമെൻറ്റിംഗ് സിസ്റ്റം ആൻഡ് പ്രോസസ്സസ് ടു റെഡ്യൂസ് എനർജി കൺസംഷൻ ആൻഡ് മിനിമൈസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. നമുക്ക് എനർജി എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി കൺസംഷൻ നമുക്ക് പരമാവധി കുറക്കാനും, മാത്രമല്ല അത് റിന്യൂവബിൾ എനർജി സോഴ്സിൽ നിന്നുള്ള എനർജി ഉപയോഗിക്കാനും പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എഫിഷ്യൻസി ഇൻ എത്തിക്കൽ പ്രോസസ്സ് എന്നുള്ളത് സാധാരണ വിളിക്കുക. അത് നേടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടത്. അതിന് എന്തൊക്കെ കാര്യങ്ങൾ? ലോങ് ടേം പ്രോഗ്രാംസ് ഉണ്ടായിരിക്കണം. ഇംപ്ലിമെൻറ്റിംഗ് എനർജി എഫിഷ്യൻറ്റ് പ്രോഗ്രാം, ലാൻഡ് ഉപയോഗിക്കുന്നതിന്, ടെക്നോളജി ഉപയോഗിക്കുന്നതിന്, വെള്ളം ഉപയോഗിക്കുന്നതിന് ഒക്കെ നമുക്ക് എന്ത് വേണം? ഒരു ലോങ് ടേമിലേക്കുള്ള പദ്ധതി വേണം. നമ്മൾ കേട്ടിട്ടില്ലേ ചില കമ്പനികൾ, അതായത് പെറ്റഗോണിയ കമ്പനീനെ കുറിച്ചിട്ടാണോ ഇവിടെ പറഞ്ഞില്ല, പെറ്റഗോണിയയുടെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റാർബക്സിൻ്റെ ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്? 50% അവരുടെ വാട്ടറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് 2030 ആകുമ്പോഴത്തേനും കുറയ്ക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ലോങ് ടേം ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവണം. രണ്ടാമത്തത് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ എനർജി എന്തായാലും തീർച്ചയായിട്ടും ഒരു സ്ഥാപനത്തിന് വേണം. അങ്ങനെ ഉപയോഗിക്കുന്ന എനർജി എപ്പോഴും റിന്യൂവബിൾ സോഴ്സിൽ നിന്നായിരിക്കണം. സോളാറിൽ നിന്നോ വിൻഡിൽ നിന്നോ അതോ മറ്റേതെങ്കിലും മാർഗ്ഗം ഉപയോഗിച്ചിട്ടുള്ള, നമ്മളുടെ വേവ്സ് ഉപയോഗിച്ചിട്ടുള്ള, വേവ്സിൻ്റെ കറണ്ട് ഉപയോഗിച്ചിട്ടുള്ള, വേവ്സിൻ്റെ ആ പൊങ്ങലും താങ്ങലും ഉണ്ടല്ലോ, ആ പറയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും കറണ്ട് ഉണ്ടാക്കാം, അതായത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളിലുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗിക്കണം നമ്മൾ പരമാവധി. അതല്ലാതെയുള്ള കൽക്കരി ഉപയോഗിച്ചുകൊണ്ടുള്ളത് അല്ലെങ്കിൽ ആറ്റംസ് ഉപയോഗിച്ചുകൊണ്ടുള്ള അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമുക്ക് പരമാവധി കുറയ്ക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല എത്തിക്കൽ ഡിസൈൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. യൂസിങ് പാസീവ് സോളാർ ഡിസൈൻ, എഫക്റ്റീവ് ഇൻസ്റ്റലേഷൻ ആൻഡ് പ്രോപ്പർ വെൻറ്റിലേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു ബിൽഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പരമാവധി നാച്ചുറലായിട്ടുള്ള കാറ്റും വെളിച്ചമൊക്കെ കടക്കുന്ന രീതിയിലേക്കുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണലായിട്ട് നമുക്ക് കാറ്റും വെളിച്ചവും കൊടുക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റിയെ ഉപയോഗിക്കേണ്ടെന്ന് ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വേണം നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി. സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വേണം നമ്മൾ ഉപയോഗിക്കാൻ. അതായത് ഭൂമിയെ അധികം ഉപദ്രവിക്കാത്ത രീതിയിൽ കളക്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ, മാത്രമല്ല അത് ഉപയോഗിക്കുന്ന ഹ്യൂമൻ ബീങ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത രീതിയിലുള്ള എത്തിക്കലായിട്ട് നമ്മൾ സോഴ്സ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനെ വേണം നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? നമ്മളുടെ എനർജി എഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനൊരു റിയൽ ലൈഫ് എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾസ് ഡാറ്റാ സെൻറ്റേഴ്സ് യൂസ് AI ടു റെഡ്യൂസ് കൂളിംഗ് എനർജി ബൈ 40% എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സേവിങ് ബില്യൺസ് ഓഫ് kWh. അവരുടെ അത്രയും എന്ത് ചെയ്യുന്നുണ്ട്? എനർജി ഉപയോഗം കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, റൈറ്റ്. Explain ethical responsibility in honoring commitments. Discuss the best practices for honoring commitment. Honoring commitment എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് വാക്ക് പാലിക്കുക എന്ന് പറയുന്ന സാധനം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകളാണ് നമുക്കുള്ളത്. എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഡെലിവർ വാട്ട് ഈസ് പ്രോമിസ്ഡ്. എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ പ്രോമിസ് ചെയ്തിരിക്കുന്നത് ആ കാര്യങ്ങൾ നമുക്ക്
കൊടുക്കാൻ സാധിക്കണം. മീറ്റ് ദ പ്രോഡക്റ്റ് എക്സ്പെക്റ്റേഷൻ, ആ പ്രോഡക്റ്റിൻ്റെ അകത്ത് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ടോ ആ ഗുണങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എൻഷുർ ചെയ്യാൻ സാധിക്കണം. മാത്രമല്ല ട്രാൻസ്പെറൻസി ഇൻ പ്രൈസിങ് എന്ന് പറയുന്നത്, പ്രൈസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ആ പ്രൈസ് എന്തായിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഹിഡൻ ഫീസും കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്നത്. മറ്റൊന്ന് ഫുൾഫിൽ സർവീസ് പ്രോമിസസ്, നമ്മൾ ഏതെങ്കിലും തരത്തിൽ ആഫ്റ്റർ സെയിൽസ് സർവീസുകൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഓണർ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളും നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തെ റോബസ്റ്റ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അതായത് നമ്മളുടെ കയ്യിൽ നമ്മൾ ടി വി 1000 രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ 1000 രൂപയ്ക്ക് അത്യാവശ്യം കൊടുക്കാൻ പറ്റുന്ന ടി വി നമ്മളെ കയ്യിൽ കുറേ എണ്ണം ഉണ്ടാവണം. ഒരെണ്ണോ രണ്ടെണ്ണോ ഉണ്ടായിട്ട് നമ്മൾ അത്തരത്തിലുള്ള പരസ്യങ്ങൾ കൊടുക്കുകയോ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയോ ചെയ്യുക. അതിനെയാണ് റോബസ്റ്റ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. അത്യാവശ്യം നമ്മളുടെ കയ്യിൽ വലിയ രീതിയിലുള്ള ഇൻവെൻട്രി ഉണ്ടായിരിക്കണം, സ്റ്റോക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത്. മറ്റൊന്ന് കസ്റ്റമർ ഫോക്കസ്ഡ് ആയിട്ടുള്ള പോളിസി ആയിരിക്കണം. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരാൾ വാങ്ങിച്ചു കൊണ്ടുപോയി, അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോയി ഒരു പ്രോഡക്റ്റ് അയാൾ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിന് തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അയാളുടെ റിട്ടേൺസ് ക്യാൻസലാക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ പാടില്ല. എപ്പോഴും കസ്റ്റമർ ഫോക്കസ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ. ക്ലിയർ പോളിസീസ് ഉണ്ടാവണം. എന്തിനെക്കുറിച്ച്, വാറൻറ്റിയെക്കുറിച്ച്, ഗ്യാരൻറ്റിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള പോളിസീസും അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. മറ്റൊന്ന് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എംപ്ലോയീസിന് എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്യണം, എഡ്യൂക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ പോയിന്റുകൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 20 മാർക്കിൽ ഒരു മജോറിറ്റി ഓഫ് ദ പോർഷൻ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്ത നോക്കൂ, വാട്ട് ഈസ് മെൻ ബൈ ഡ്യൂ ഡെലിജൻസ് ഓഫ് വെൻഡേഴ്സ്. വെൻഡേഴ്സിൻ്റെ ഡെലിജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഡിസ്ക്രൈബ് ദ കീ പോയിൻറ്റ്സ് ടു ബി ചെക്ക്ഡ് ഇൻ ദി വെൻഡർ ഡ്യൂ ഡെലിജൻസ് പ്രോസസ്സ്. ആ ഡെലിജൻറ്റ് പ്രോസസ്സിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ആദ്യത്തേതിന് 5 മാർക്കും പിന്നത്തെ പാട്ടിന് 15 മാർക്കുമായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ പാട്ട് എന്താണ്, ഡ്യൂ ഡെലിജൻസ് എന്നാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുക ഒരു ഉദാഹരണമൊക്കെ വെച്ചിട്ട്. ഡെലിജൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ വെൻഡേഴ്സ് കപ്പാസിറ്റി ആൻഡ് റെപ്യൂട്ടേഷൻ ടു മിറ്റിഗേറ്റ് റിസ്ക്, എൻഷുവർ ക്വാളിറ്റി, പ്രൊട്ടക്ട് ബ്രാൻഡ് ഫ്രം ദ സബ്സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് ആൻഡ് ഫ്രോഡ്. അതായത് നമുക്കൊരു പ്രോഡക്റ്റ് തരാമെന്ന് പറയുന്ന വെൻഡറുടെ, സപ്ലയറുടെ വിശ്വാസ്യത, അയാൾ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണോ സാധാരണ തരാറുള്ളത്, ഇത്തരം കാര്യങ്ങളെ പരിശോധിക്കുന്ന കാര്യത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡ്യൂ ഡെലിജൻസ് ഓഫ് വെൻഡർ എന്നുള്ള അർത്ഥത്തിൽ വിളിക്കുക. വെൻഡറെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കുന്നതിന്. നമുക്കതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ എഴുതാം. അങ്ങനെ വെൻഡർ ഒരു സാധനം പറയുന്നു, ക്വാളിറ്റിയുള്ള ചിക്കൻ തരാമെന്ന് പറയുന്നു, എന്നാൽ ക്വാളിറ്റി ഇല്ലാത്തൊരു ചിക്കനാണ് നൽകുന്നത്, നാശാകുന്ന അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഇല്ലാത്തൊരു ചിക്കനാണ് തരുന്നത് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കച്ചവടത്തെ അത് ബാധിക്കും. അപ്പോൾ നമ്മളെ റെപ്യൂട്ടേഷനെ ബാധിക്കും, അത് നെഗറ്റീവാവും. ആ അർത്ഥത്തിലുള്ള എക്സാമ്പിളുകളൊക്കെ നമുക്ക് എഴുതാം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. വെൻഡർക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഓരോ കാര്യങ്ങൾക്കും ഓരോ തരത്തിലുള്ള ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഫുഡ് ഗ്രേഡ് ഐറ്റംസ് തരാനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്ത് വേണം, FSSAIയുടെ രജിസ്ട്രേഷൻ വേണം, അല്ലെങ്കിൽ ലൈസൻസ് വേണം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വേണം. മാത്രമല്ല അയാൾക്ക് നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടോ, അയാളുടെ സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റുന്ന ഒരാളാണോ, അയാൾ ടാക്സ് കൊടുക്കുന്ന ഒരാളാണോ, GST കൊടുക്കുന്ന ഒരാളാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം, അയാൾക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അയാൾ എന്താണോ നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ അത് തരില്ല, ചിലപ്പോൾ അതിനേക്കാൾ സബ്സ്റ്റാൻഷ്യഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് ആയിരിക്കും ചിലപ്പോൾ തരിക. മാത്രമല്ല റെപ്യൂട്ടേഷൻ ഉള്ള ഒരാളാണോ നമ്മളുടെ ഈ പറയുന്ന വെൻഡർ, സപ്ലയർ എന്നുള്ളത് നോക്കണം. എങ്ങനെ, ഇയാൾ ഇതിനു മുമ്പ് വേറെ കച്ചവടക്കാർക്ക് സാധനങ്ങൾ കൊടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണോ, അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ, അങ്ങനെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷേ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അന്വേഷിക്കണം. കംപ്ലൈൻറ്റ് ഹിസ്റ്ററി എങ്ങനെയാണെന്നുള്ളത് അന്വേഷിക്കണം. മറ്റൊന്ന് വെണ്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതെല്ലാം ഫോർമലാക്കുകയും ക്ലിയർ ആക്കുകയും ട്രാൻസ്പെറൻ്റ് ആക്കുകയും വേണം. വേറൊന്ന് കംപ്ലൈൻറ്റ്സ് എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഒരു ലോക്കൽ നിയമങ്ങളോട് മാത്രം ചേർന്ന് നിൽക്കുന്ന എന്താവരുത്, ഒരു വെൻഡറെ ആയിരിക്കരുത് തിരഞ്ഞെടുക്കേണ്ടത്. പകരം എന്തായിരിക്കണം, ഇൻ്റർനാഷണൽ ലോയോടുകൂടി നീതി പുലർത്തുന്ന അല്ലെങ്കിൽ അത് പാലിക്കുന്ന ആൾക്കാരായിരിക്കും. കാരണം നമ്മൾ ഈ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചിലപ്പോൾ US-ലേക്കോ UK-ലേക്കോ ഒക്കെയാണ് അയക്കാനുള്ളത്, അല്ലെങ്കിൽ ഫ്രാൻസിലേക്കൊക്കെയാണ് അയക്കാനുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുത്തെ നിയമങ്ങളുമായിട്ട് നിയമങ്ങൾ പാലിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ പാലിക്കുന്ന ഒരാളാണോ നമ്മളുടെ വെൻഡർ എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്താവും, വെൻഡർ ചിലപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിനനുസരിച്ചുള്ളൊരു ക്വാളിറ്റി ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മൾ വെറുതെ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നമ്മൾ കുഴപ്പത്തിലായി പോകും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വെൻഡറിൻ്റെ ഡ്യൂ
ഡെലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക്, 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം എത്തരത്തിലാണ് എഴുതിയിരിക്കുന്നത് നോക്കൂ. ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി, അതിന് 10 മാർക്ക്. എക്സ്പ്ലെയിൻ ഇറ്റ്സ് ബെനിഫിറ്റ്സ് ബ്രീഫ്ലി, അതിനും 10 മാർക്ക്. വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി എന്നാൽ എന്താണ് എന്നുള്ള ചോദ്യത്തിനും 10 മാർക്ക്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും 10 മാർക്ക് എന്നുള്ളതാണ്. വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടാകും. ഡൈവേഴ്സ് ആയിരിക്കുക, അതായത് നാനാതരത്തിലുള്ള ആൾക്കാരെ നമുക്ക് നമ്മളുടെ സ്ഥാപനത്തിൽ എംപ്ലോയീസായിട്ട് കൊണ്ടുവരാൻ സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നാനാ ആൾക്കാരെ കൊണ്ടുവരുന്ന സമയത്ത് എന്താ ഉള്ളത്? വിവിധ തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവരുന്ന സൊസൈറ്റിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ ആവും നമ്മൾ. നമ്മുടെ സ്ഥാപനത്തിന് ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഏതെങ്കിലും വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ഒരു എന്താണ് കേരളത്തിലുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ തെക്ക് ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്, വടക്ക് ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ വിവിധ റിലീജിയൻ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, വിവിധ റേസുകളെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു ഗുണം. എന്താണ്? ഫോസ്റ്റർ മോർ ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തുണ്ടാവും? ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. കാരണം പലതരത്തിലുള്ള ആൾക്കാർ വരുമ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ വരും. ആ ചിന്തകളിൽ നിന്ന് നല്ല ചിന്തകൾ എടുത്ത് നമ്മളെ കമ്പനിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷനാണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് എഴുതാം. അത് ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്, ഏജിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്, പ്രായമുള്ള ആൾക്കാരും പുതിയ ജനറേഷൻ ജെൻസി ആൾക്കാർ, 80s ആൾക്കാർ, അങ്ങനെയുള്ളത്. അതുപോലെ തന്നെ റേസിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിലീജിയൻ്റെ അടിസ്ഥാനത്തിലുണ്ട്, ബിലീഫ്സ്. ചില ആൾക്കാർ വിശ്വാസികളെ ആയിരിക്കില്ല, ചില ആൾക്കാർ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയും. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇമ്പോർട്ടൻസ് നോക്കിക്കോ, ബെറ്റർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കും എന്നുള്ളതാണ്. വിവിധ ആൾക്കാർ വരുന്ന സമയത്ത് അവരുടെ തോട്ട്സ്, കൾച്ചറൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അവരുടെ ബെസ്റ്റ് സാധനങ്ങൾ ഡെലിവർ ചെയ്യാനായിരിക്കും എപ്പോഴും നോക്കുക. അപ്പോൾ അതെന്ത് ചെയ്യും? അതിലത്തെ എല്ലാവരുടെയും ബെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മളെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. മാത്രമല്ല, നമുക്ക് ഒരു ഇന്നൊവേഷൻ എന്ന് പറയുന്നത് ഒരു നിലവിലുള്ള സാഹചര്യത്തെ നമുക്ക് എന്താണ് മാറ്റിത്തീർക്കുന്നത്, പുതിയതായിട്ട് മാറ്റിത്തീർക്കുന്ന രീതിയിലേക്കുള്ള കാഴ്ചപ്പാടുകൾ എന്തുണ്ടാവും? അത്തരം ആളുകളിൽ നിന്നുണ്ടാകും. കാരണം വിവിധ ആൾക്കാർ വരുമ്പോൾ അവർ ആ പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ കാണുന്ന വിവിധ ആംഗിളുകളിൽ നിന്നാവും. അതും ഗുണകരമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല അത് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ലോവർ ടേൺ ഓവർ അല്ലെങ്കിൽ നമ്മളുടെ റിറ്റൻഷൻ എന്ന് പറയുന്നത് ഉണ്ടാക്കും. എംപ്ലോയീസ് എന്ത് ചെയ്യും? എംപ്ലോയീസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കും. അവരങ്ങനെ പിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ മാറിപ്പോകാനോ ഉള്ള സാഹചര്യം ഉണ്ടാവില്ല. കാരണം എന്താണ്? അവർക്കും ക്രിയേറ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും എന്നുള്ള ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മാർക്കറ്റ് ഗ്രോത്തിനെയും അല്ലെങ്കിൽ റെപ്യൂട്ടേഷനെയും ഒക്കെ നമ്മളെ സ്വാധീനിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന എത്തിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് ഇമേജ് നന്നായിട്ടുണ്ടാകും എന്നുള്ളത് പറയാം, റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് പറയാം, സെയിൽസ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് പറയാം, അതുപോലെ തന്നെ മാർക്കറ്റ് ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളത് പറയാം, അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ മൊറയിൽ ഇൻക്രീസ് ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ പറയാം. ഇങ്ങനെ മൊത്തത്തിൽ ഈ ഗുണങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിലും നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് 7th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7th ക്വസ്റ്റ്യനെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ്? വാട്ട് ഈസ് മെൻ ബൈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? CSR എന്നാൽ എന്താണ്? അതിന് 5 മാർക്ക്. ഡിസ്കസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് CSR വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പോൾ നമ്മളിതിൽ പറയാൻ ശ്രമിക്കണം എന്ത്? എക്സാമ്പിളും കൂടി നമ്മൾ പറയാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ CSR എന്താണ്? CSR എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി സൊസൈറ്റിയോട് ചെയ്യേണ്ടുന്ന സോഷ്യലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് എന്ന് പറയുന്നതിനാണ്. അപ്പോൾ സെൽഫ് റെഗുലേറ്റിംഗ് ബിസിനസ് മോഡൽ വെർ കമ്പനീസ് ഓപ്പറേറ്റ് in a way that it benefits the society and environment rather than detracting from them എന്ന് പറയുന്ന അർത്ഥത്തിൽ. അതായത് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷേ സൊസൈറ്റിയിൽ നമ്മൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് ബെറ്റർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. ഏതൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് കൊടുക്കേണ്ടത്? എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം, ഫിലന്തോഫിക്കലായിട്ടുള്ള ചാരിറ്റി പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാവണം, എത്തിക്കലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. ഇതിനെല്ലാം നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഉദാഹരണമാണ് എന്ത്? സ്റ്റാർബക്സ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു? അവരുടെ വേസ്റ്റേജസ് 50% ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നു. 2030 ആകുമ്പോഴേക്കും. അപ്പോൾ സ്റ്റാർബക്സ് റെഡ്യൂസിങ് ദ വേസ്റ്റ് യൂസിങ് റീസൈക്ലിംഗ് ദ കപ്പ്
കപ്പ് എന്ന് പറയുന്നത്, അവർ ഉപയോഗിക്കുന്ന കപ്പ് റീസൈക്കിൾ ചെയ്തുകൊണ്ട് അവരതിന് ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇനി എത്തിക്കൽ പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞാൽ പറ്റഗോണിയ എന്ന് പറയുന്ന കമ്പനി അവരെന്ത് ചെയ്യുന്നു, ഫെയർ വേജ് കൊടുക്കുന്നു ത്രൂ ഔട്ട് ദ സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സ് തുടങ്ങുന്നത് മുതൽ, ഒരു വസ്തു ഉണ്ടാക്കാനുള്ള റിസോഴ്സ് നമ്മൾ കൈപ്പറ്റുന്നത് മുതൽ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ആ പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തുന്ന വരെയുള്ള വിവിധ പാർട്ടിക്കാരുണ്ടാവും. ആ പാർട്ടിക്കാർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ഫെയർ ആയിട്ടുള്ള വേജ് കൊടുക്കുന്നു എന്നുള്ളത്. ഫിലന്ത്രോഫിക്കലായിട്ടുള്ളതോ, ജനറൽ മോട്ടോഴ്സ് ഗിവിങ് ഗ്രാൻഡ്സ് ടു എഡ്യൂക്കേഷണൽ ഇൻസെൻറ്റീവ്സ്. ജനറൽ മോട്ടോഴ്സ് GM എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് അതുപോലെയുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നു. അത് ഫിലന്ത്രോഫിക്കലായിട്ടുള്ള ചാരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? ടെസ്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്ന ടെക്നോളജി. അതായത് ടെസ്ല എന്ന് പറയുന്ന കമ്പനിയുണ്ട്, അവരെന്ത് ചെയ്യുന്നു, ഇപ്പോൾ ടൊയോട്ട എന്ന് പറയുന്ന കമ്പനിയുണ്ട്, അവരെന്ത് ചെയ്യുന്നു, അവർ ഹൈഡ്രജൻ വെഹിക്കിളിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതും എന്താണ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കഥ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാർക്ക് വാങ്ങിക്കാം. ഇതിനെ തന്നെ നമുക്കൊരു ചാർട്ടൊക്കെ വരച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയോ, അല്ലെങ്കിൽ ചാർട്ടല്ല, ഒരു ഗ്രാഫ് വരച്ചിട്ട് എക്കണോമിക്ക് ഈ പറയുന്ന രീതിയിൽ 4 എണ്ണമൊക്കെയായിട്ട് തരംതിരിക്കാം. എന്തൊക്കെ? എൻവിറോൺമെൻ്റൽ, എക്കണോമിക്കൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ, ഫിലന്ത്രോഫിക്കൽ, പിന്നെ അതുപോലെ തന്നെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ അങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നും. അങ്ങനെയുള്ള രീതികൾ നമുക്ക് അവലംബിക്കാവുന്നതാണ്. ജൂൺ 2025 ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് നോട്ട് എഴുതാനാണ് സാധാരണ എല്ലാത്തിലും ഉണ്ടാവാറുള്ളത്. ഇതിലും അങ്ങനെ തന്നെയാണ്. ഷോർട്ട് നോട്ട് എഴുതാനാണ് 4 പോയിന്റുകൾ തന്നിട്ട് അതിൻ്റെ ഷോർട്ട് നോട്ടുകൾ എഴുതാനാണ്. ഒന്നാമത്തെ എന്താണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ പ്രോഡക്റ്റ് പാക്കേജിങ്ങിൻ്റെ അകത്ത് പ്രൈസ് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒക്യുപ്പേഷണൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ 2 എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 10 മാർക്കിന് 10 മാർക്കിന് ചിലപ്പോൾ 5 മാർക്കിന് എഴുതാനായിരിക്കും പറയാം. ഇതിപ്പോൾ 10 മാർക്കിന് 2 എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ്, യെസ്. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ പ്രോഡക്റ്റ് പാക്കേജിങ് എന്താണ്? ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതായത് സോഷ്യൽ റെസ്പോൺസിബിൾ ആയിരിക്കണം, സൊസൈറ്റിയോട് റെസ്പോൺസിബിൾ ആയിരിക്കണം. ഏതർത്ഥത്തിൽ? പാക്കേജിങ്ങിൻ്റെ അർത്ഥത്തിൽ. അപ്പോൾ പരമാവധി നമ്മൾ 1 ടൈം ഉപയോഗിക്കുന്ന പാക്കേജിങ് സാധനങ്ങൾ, പ്ലാസ്റ്റിക് ഐറ്റംസ് ഇല്ലാതാക്കുക, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കുറക്കുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പാക്കിൻ്റെ സൈസ് വെറുതെ അനാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, വലുതാക്കാണ്ടിരിക്കുക. പാക്കിന് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം കൊടുക്കുക. റീസൈക്ലിംഗ് സംവിധാനങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ എമിഷൻസ് കുറയ്ക്കുക. അതായത് പാക്കേജിങ് എപ്പോഴും നമ്മൾ ഒരുപാട് തവണ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നതിന് പകരം നമ്മളെ സ്റ്റോറുകൾ ചില പോയിന്റുകൾ കീപ്പ് ചെയ്യണമെങ്കിൽ പിന്നെ അവിടുന്ന് കസ്റ്റമറിലേക്ക് എത്തിച്ചാൽ മതി. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, CO2ൻ്റെ എമിഷൻസൊക്കെ, കാർബൺ എമിഷൻസൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി പ്രൈസ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്റ്റാൻഡേർഡ്. എങ്ങനെ? കോമ്പറ്റീറ്ററുടെ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇതെന്താണുള്ളത്? അല്ലെങ്കിൽ നമ്മളൊരു പ്രൈസ് വാറിലേക്ക് പോകും. അപ്പോൾ നമ്മളൊരു സോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ സോപ്പിന് സാധാരണ ഒരു 40 രൂപയാണ്. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റും ഏകദേശം പ്രൈസ് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, 40 രൂപയിലേക്ക് ആക്കുക. നമ്മൾ 10 രൂപയ്ക്ക് കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പിന്നീടൊരു പ്രൈസ് വാറിനെ, അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ്നെസ്സിനെ ഇല്ലാതാക്കാൻ ഉള്ള ഒരു ശ്രമം നടത്തും. മറ്റേതാകുമ്പോൾ ഒരു കോമ്പറ്റീറ്റീവ്നെസ് എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ ക്വാളിറ്റിയുടെ കാര്യത്തിലും ബാക്കിയുള്ള കാര്യത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. This process involves planning, analyzing and implementing the changes, helps in maintaining the market position and profitability rather than എന്താണ് നമ്മളെ പ്രോഫിറ്റ്. നമ്മൾ ഒരു ക്രൂഷ്യലായിട്ട് നമുക്ക് പ്രോഫിറ്റ് എന്നുള്ള കാര്യം മാത്രം നോക്കാതെ മാർക്കറ്റിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന, ഒരു എംപ്ലോയിക്ക് ഉണ്ടാകുന്ന അപായങ്ങൾ എന്തൊക്കെയാണ്, അപകടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത് പല ടൈപ്പിലുണ്ട്. ഏതൊക്കെ ടൈപ്പിലുണ്ട്? ഫിസിക്കലായിട്ടുള്ളതുണ്ട്, എർഗണോമിക്കലായിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ വർക്ക് പ്ലേസിലുള്ള എന്താണ് ബാക്കിയുള്ള വയലൻസ് പോലെയുള്ള സാധനങ്ങളുണ്ട്. ഇനി സ്ട്രെസ്സുകൾ പോലെയുള്ള മെൻ്റൽ ഹസാർഡ്സുകളുണ്ട്. ഇനി അതല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹസാർഡ്സുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി. അപ്പോൾ ഒരു എംപ്ലോയിക്ക് ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള ഹസാർഡുകളെ, അപകടങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമുക്ക് പരാമർശിക്കേണ്ടത്. ഒരാൾ ചിലപ്പോൾ ഹൈറ്റിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ വീണ് പോവാം. വർക്ക് പ്ലേസ് ബുള്ളിങ് ഉണ്ടാകാൻ പാടില്ല. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ചില സാധനങ്ങൾ ഇപ്പോൾ പറയുകയാണ് എംപ്ലോയീസിൻ്റെ അടുത്ത്, നിങ്ങൾ തീർച്ചയായിട്ടും ഞായറാഴ്ച വർക്ക് ചെയ്യാൻ വരണട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ രാത്രി വർക്ക് ചെയ്യാൻ വരണട്ടോ എന്നൊക്കെ പറയുന്നതൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത്തരം സ്ട്രെസ്സുകൾ കൊടുക്കാൻ പാടില്ല.
അതുപോലെ തന്നെ മീറ്റ് ചെയ്യാൻ പറ്റാത്ത എന്ത് ചെയ്യാൻ കൊടുക്കാൻ പാടില്ല, ടാർഗറ്റുകൾ കൊടുക്കാൻ പാടില്ല, വർക്ക് പ്ലേസിലുണ്ടാകുന്ന വയലൻസുകൾ ചിലപ്പോൾ എംപ്ലോയീസ് മുഖാന്തരം അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് മുഖാന്തരം ഒക്കെയുള്ള സാധനങ്ങൾ, അതിൽ നിന്നുള്ള അപകടങ്ങൾ അത് ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ എർഗണോമിക് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ, നമ്മളെ നിൽപ്പ്, ഇരിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് നമുക്ക് വിശാലമായിട്ട് എഴുതാം. ഒരു 20 മാർക്കിന് എഴുതാനുള്ള ഒരു സാധനം അതിനകത്തുണ്ട്, പക്ഷെ നമുക്കൊരു 10 മാർക്കിന് എഴുതിയാൽ മതി. 10 മാർക്കിന് എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു 4-5 പോയിൻ്റ് എഴുതുക, ഒരു 2-3 വരികളായിട്ട്. ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ 3 ലൈൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ചിലപ്പോൾ കണക്കാക്കുക. അപ്പോൾ ഒരു ലൈനിൽ എന്താണ് മീനിങ്, അതിൻ്റെ തന്നെ വേറൊരു ഭാഷയിലുള്ളത്, ഒരു എക്സാമ്പിളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാരഗ്രാഫ് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ റൈറ്റ്. അടുത്ത റീസൈക്ലിംഗ് എന്ന് പറയുന്നതാണ്. റീസൈക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഉപയോഗിച്ച സാധനത്തിന് തന്നെ വീണ്ടും നമുക്ക് പരിഷ്കരിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളെയാണ്. അതായത് പ്രോസസ്സിങ്, കൺവേർട്ടിങ് ദ വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻ ടു ന്യൂ മെറ്റീരിയൽ അല്ലെങ്കിൽ ന്യൂ പ്രോഡക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ സെയിം പ്രോഡക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ചില നമുക്ക് വേറൊരു തരത്തിലുള്ള പ്രോഡക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് വേസ്റ്റേജുകൾ ചിലത് എന്ത് ചെയ്യാൻ പറ്റും, റിന്യൂവബിൾ പ്ലാസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ പുതിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിലോ നമുക്ക് റോഡ് ഉണ്ടാക്കാൻ ടാറിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതെന്ത് ചെയ്യും, നാച്ചുറൽ റിസോഴ്സ്, ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സിനെ, ഭൂമിയെ, എൻവയോൺമെൻറ്റിനൊക്കെ കൺസർവ് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മൾ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ കുറവായിരിക്കുകയും ചെയ്യും. നമുക്ക് ഭൂമിയെ, അന്തരീക്ഷത്തെയൊക്കെ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തെ ഒരു പേപ്പറിലേക്ക് പോവാം. 2024 ഡിസംബറിലുള്ള പരീക്ഷയുടെ പേപ്പറാണ്. അപ്പോൾ ആ പേപ്പറിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8 ചോദ്യങ്ങളാണ് ഇതിനകത്തും വരിക. അപ്പോൾ അതിൽ 5 എണ്ണമാണ് നമുക്ക് എഴുതേണ്ടിയും വരിക. ഓക്കെ, അപ്പോൾ അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ള നോക്കാം. ഡിഫൈൻ ബിസിനസ് എത്തിക്സ്, ഡിസ്കസ് വേരിയസ് ചാലഞ്ചസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളതാണ്. ബിസിനസ് എത്തിക്സ് എന്താണ്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ അകത്തുള്ള ചാലഞ്ചസ് എന്താണ് എന്നുള്ളത്. ഓക്കെ റൈറ്റ്, യെസ്. അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്താണ്, എങ്ങനെയാണ് ബിസിനസ് പെരുമാറുന്നത്, സമൂഹത്തിൻ്റെ അടുത്ത് പെരുമാറുന്നത് നല്ലതായിട്ടാണോ ചീത്തയായിട്ടാണോ എന്നുള്ളതിനാണ്. സ്റ്റഡി ഓഫ് അപ്രോപ്രിയേറ്റ് ബിസിനസ് പോളിസീസ് റിഗാർഡിംഗ് കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ് ലൈക്ക് കോർപ്പറേറ്റ് ഗവേണൻസ്, ബ്രൈബറി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ബിസിനസ് എത്തിക്സ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്, റൈറ്റ് വേ ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് എത്തിക്സ് ആണെന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഒരു ബിസിനസ്സിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നതിന്, അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതിനെയാണ് എത്തിക്കലി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അങ്ങനെ എത്തിക്കലി ആയിട്ടുള്ള കാര്യം ചെയ്യണം എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെന്തൊക്കെയാണ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെ എന്താണ്, പ്രാക്ടീസ് ചെയ്യാൻ വലിയ പാടാണ്. ഞാൻ സത്യസന്ധനായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യസന്ധനാവണം, അല്ലെങ്കിൽ നീ സത്യസന്ധനാവണം എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ സത്യസന്ധനായി നമുക്ക് ജീവിക്കുക, സത്യം മാത്രം പറയുന്ന ഒരാളാവുക, അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി ഉള്ള വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ വാക്ക് പാലിക്കാൻ പറ്റുന്ന ഒരാളാവുക, അതിനെ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഇടങ്ങറാണ്. ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തുണ്ട്, ബിസിനസ്സിൻ്റെ അകത്തും ഉണ്ടാവും. ആക്ഷൻ ആക്കാൻ, അതിനെ പ്രാക്ടീസ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, വേറൊരു പോയിൻ്റ് ബിൽഡിംഗ് ട്രസ്റ്റ് എന്നുള്ളതാണ്. ഡിഫിക്കൽട്ട് ടു എസ്റ്റാബ്ലിഷ് ട്രസ്റ്റ് ഇഫ് റൂൾസ് ആർ നോട്ട് ഇക്വിറ്റബിൾ. നമ്മൾ പറഞ്ഞില്ലേ, ഇക്വിറ്റബിൾ എന്ന് പറയുന്ന, ഇക്വിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. ഇക്വിറ്റി, ഈക്വാലിറ്റി അല്ല, ഇക്വിറ്റി എന്താണ്, ഓരോരുത്തർക്കും വേണ്ടുന്ന സാധനം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡാൻസ് ചെയ്യാൻ എല്ലാവരെയും കൂടി ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ സൈസിലുള്ള ഷൂ കൊടുക്കുകയല്ല, അത് ഈക്വാലിറ്റിയാണ്. ഓരോരുത്തരുടെ കാലിന് പാകമാവുന്ന ഷൂ കൊടുക്കുന്നതിനാണ് ഇക്വിറ്റി എന്നുള്ള അർത്ഥത്തിൽ വിളിക്കുക. അപ്പോൾ ഇക്വിറ്റി എന്ന് പറയുന്നത് അത്ര കണ്ടില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ വേറൊരാളെ ട്രസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ എന്നോട് ചെയ്യുന്ന മുൻകാര്യങ്ങളെയും കൂടി പരിഗണിച്ചിട്ടാണ് ഞാൻ അയാളെ ട്രസ്റ്റ് ചെയ്യുക. അയാൾ എന്നെ ഒരു മനുഷ്യജീവിയായിട്ട് പരിഗണിക്കാതെ എന്നെ ഒരു സെർവൻറ്റിനെ പോലെയാണ് പരിഗണിക്കുന്നത് എന്ന് വിചാരിക്കുക. ഒരു മനുഷ്യനായിട്ടല്ല, ഒരു അടിമയെ പോലെ പരിഗണിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് അയാളുടെ അടുത്ത് നല്ല കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യൂ എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് അത്ര വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ ബിൽഡിംഗ് ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നേടിയെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഇൻസെൻറ്റീവ് മിസ്മാച്ച് എന്നുള്ളതാണ്. അതായത് ഫെയർ വേജ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫെയർ വേജ് കൊടുക്കാതിരിക്കുക, അതുമില്ലാത്ത ഒരു പ്രശ്നമാണ്. ഫിനാൻഷ്യൽ ഇൻഫൻറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ജീവിക്കാൻ ഉതകുന്ന മാന്യമായിട്ടുള്ള റിട്ടേൺ കൊടുക്കണം. അപ്പോൾ മാന്യമായ റിട്ടേൺ എന്ന് പറയുന്നത് ആര് തീരുമാനിക്കുന്നതായിരിക്കണം, പാർട്ടി എ തീരുമാനിക്കുന്നതായിരിക്കണോ പാർട്ടി ബി. അതായത് 2 പാർട്ടികൾ തമ്മിൽ ഇടപെടുന്ന സമയത്ത്, 2 ആൾക്കാർ തമ്മിൽ ഇടപെടുന്ന സമയത്ത് എനിക്ക് മാന്യമായ റിട്ടേൺ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ആൾ പറയുന്നതാണോ മാന്യമായത്, ബി എന്ന് പറയുന്ന ആളാണോ മാന്യമായത് പറയുന്നത്. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത്
പരിഹരിക്കാൻ വലിയ പാടാണ്. അതിനെ എന്ത് ചെയ്യണം, ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നതും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ചലഞ്ചിങ് ആണ്. മറ്റൊന്ന് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന സാധനം. ഏതെങ്കിലും തരത്തിലുള്ള അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം. ആ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനത്തിൽ എന്തുണ്ട്, ലാക്ക് ഓഫ് സേഫ് ചാനൽസ്. എംപ്ലോയീസിനിപ്പോൾ എന്താണ് മോശം കാര്യങ്ങൾ ഒരു സ്ഥാപനത്തിലുണ്ടായാൽ അത് പുറമേക്ക് പറയാൻ സാധിക്കും. ചിലപ്പോൾ വിസിൽ ബ്ലോവേഴ്സ് പോളിസി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഒരു സ്ഥാപനത്തിനകത്ത് എന്തെങ്കിലും മോശം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ലോകത്തോട് വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അയാളുടെ ജോലി ആര് പ്രൊട്ടക്റ്റ് ചെയ്യും, ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സൊസൈറ്റി പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് വിസിൽ ബ്ലോവേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് അത് ശരിക്കും പ്രൊട്ടക്ഷൻ കിട്ടുമോ, അതോ അയാളുടെ ജോലി അവിടുത്തെ പോവുമോ, അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. ഇതൊക്കെ പ്രധാനപ്പെട്ട ചലഞ്ചുകളിലെ ചലഞ്ചാണ്. നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കി നോക്കാം. യെസ്, അടുത്ത ചോദ്യം, ഡിസ്കസ് കൺസ്യൂമേഴ്സ് റൈറ്റ്സ് ഇൻ ടേംസ് ഓഫ് ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് ഹൗ ഡാറ്റ സ്റ്റോറേജ് ക്യാൻ ബി സെക്യൂർഡ്. ഡാറ്റ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട നേരത്തെ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡാറ്റ സെക്യൂരിറ്റിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓൾറെഡി നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ ഡാറ്റ റൈറ്റ്സ് എന്തൊക്കെയാണുള്ളത്, GDPRലെ 8 റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്താണ്. സെക്കൻഡ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് സെക്യൂറിങ് ഡാറ്റ സ്റ്റോറേജ് എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുക, സെക്യൂർഡായിട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ള. എങ്ങനെ ചെയ്യുക, എൻക്രിപ്റ്റഡ് ആക്കുക എന്നുള്ളത്, രഹസ്യ കോഡിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത്. മറ്റൊന്ന് ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്, ഡാറ്റ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഡാറ്റ എല്ലാവർക്കും എന്ത് ചെയ്യാൻ, ആക്സസ് ചെയ്യാനുള്ള കൺട്രോൾ കൊടുക്കരുത്. അത് ഓരോ വിഭാഗത്തിനനുസരിച്ച് ലോവർ മാനേജ്മെൻറ്റ്, ഹയർ മാനേജ്മെൻറ്റ്, മിഡിൽ മാനേജ്മെൻറ്റ്, ടോപ്പ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള വിവിധ മാനേജ്മെൻറ്റുകൾക്ക് വിവിധ രീതിയിൽ ആക്സസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, ഓതറൈസേഷൻ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡാറ്റ ലീക്കേജിങ്ങിൻ്റെ സംവിധാനം കുറയ്ക്കാൻ പറ്റും. വേറൊന്ന് ഡാറ്റ മാസ്കിംഗ് എന്ന് പറയുന്നത്, അതായത് എൻ്റെ ശരിയായ പേരിന് പകരം വേറൊരു പേര് വെക്കുക. അപ്പോൾ എൻ്റെ പേര്, അതിന് പകരം എന്ത് ചെയ്യുക, നമുക്ക് വേറൊരു പേര് വെക്കാം. ഇനി ഇയാളുടെ സ്ഥലം കൊച്ചി എന്നുള്ളതാണ്, അതിന് പകരം എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ രാജ്യത്തിലല്ലാത്തൊരു സ്ഥലപ്പേര് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അങ്ങനെയുള്ള ഡാറ്റ മാസ്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ആരുടെ ഡാറ്റയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് റെഗുലറായിട്ടുള്ള ബാക്കപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കുക. ഫിസിക്കൽ സെക്യൂരിറ്റി ഉണ്ടാക്കുക. നമ്മളെവിടെയാണ് നമ്മൾ സെർവറുകൾ സൂക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡാറ്റ കേന്ദ്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്, ആ സ്ഥലങ്ങൾ എപ്പോഴും നമുക്ക് ഫിസിക്കലിയും കൂടി, ഡാറ്റ ഭയങ്കര കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടെക്നോളജിക്കലി സെക്യൂർഡ് ആണെന്ന് മാത്രമല്ല, അവിടെ നമുക്ക് ഫിസിക്കൽ സെക്യൂരിറ്റി, രണ്ടാൾക്കാർ നല്ല തടിമാടന്മാർ ആയുധമൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് ഒരാൾ വന്നിട്ട് അത് മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള ഇത് കുറയും. അതുപോലെ നല്ല ഒരു കെട്ടുറപ്പുള്ള ബിൽഡിങ്ങിലാണ് വെച്ചിട്ടുള്ളത് നമ്മളെ ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെർവറുകൾ വെച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവിടെയും സെക്യൂരിറ്റി ഉണ്ടാവും. അത്തരം കാര്യങ്ങളെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഫിസിക്കൽ സെക്യൂരിറ്റി എന്ന് പറയാൻ സാധിക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. യെസ്, മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് മെൻ ബൈ ഗ്രീൻ വാഷിംഗ്, ഹൗ ഡു ദ കമ്പനീസ് അവോയ്ഡ് ദിസ് പ്രാക്ടീസ്. അതായത് ഗ്രീൻ വാഷിംഗ് എന്താണെന്നുള്ളതിന് 5 മാർക്ക്, ആ ഗ്രീൻ വാഷിംഗ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിന് നമുക്ക് 15 മാർക്കുണ്ട്. അപ്പോൾ ഗ്രീൻ വാഷിംഗ് എന്താണ്? ഗ്രീൻ വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് സമൂഹത്തോട് വെറുതെ വിളിച്ചു പറയുകയും ഞാൻ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാധനം. മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനാണ് അത്. എന്താണ് എ മിസ്ലീഡിംഗ് മാർക്കറ്റിംഗ് പ്രാക്ടീസ് വെർ കമ്പനീസ് എക്സാജറേറ്റ് ഓർ ഫാൾസ്ലി ക്ലെയിം ദയർ പ്രോഡക്ട്സ് ആർ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി. അവരുടെ പ്രോഡക്റ്റ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് വെറുതെ പറയുകയോ അല്ലെങ്കിൽ വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയുകയോ ചെയ്യുക. ചിലപ്പോൾ കുറച്ച് കാര്യം ചെയ്യുന്നുണ്ടാവും, അതിനെ പെരുപ്പിച്ച് പറയുകയോ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? അവോയ്ഡ് വേഗ് ക്ലൈംസ്. എക്കോ ഫ്രണ്ട്ലി എന്ന് നമ്മൾ സകല പ്രോഡക്റ്റിൻ്റെ അകത്ത് എക്കോ ഫ്രണ്ട്ലി എന്ന് എഴുതുമ്പോൾ അങ്ങനെ എഴുതാതിരിക്കുക. എന്ത് കാരണം കൊണ്ടാണ് അത് എക്കോ ഫ്രണ്ട്ലി ആണെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റണം. വെയ്ഗ് ആകരുത്, വ്യക്തതയില്ലാത്തൊരു എക്കോ ഫ്രണ്ട്ലി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാൻ സാധിക്കരുത്. മറ്റൊന്ന്, തേർഡ് പാർട്ടി സർട്ടിഫിക്കേഷൻ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആണ് എന്ന് നമ്മളെ തന്നെ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് എക്കോ ഫ്രണ്ട്ലി ആണോ എന്ന് വേറൊരു ഏജൻസിനെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് അവരുടെ സർട്ടിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളത്, അത് തീർച്ചയായിട്ടും നല്ലൊരു പ്രാക്ടീസുകളിലെ ഒരു പ്രാക്ടീസാണ്. ഉദാഹരണത്തിന് ഓർഗാനിക് ജൈവ പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ എനർജി സ്റ്റാർ, നമ്മൾ കേട്ടിട്ടില്ലേ 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ ഒക്കെ ആയിട്ടുള്ള ഇലക്ട്രിക് എക്യുപ്മെൻറ്റുകൾ, അത് ഏജൻസികളാണ് തരിക. അല്ലെങ്കിൽ ISO ഏജൻസി, അല്ലെങ്കിൽ നമ്മൾ BSI ഹോൾമാർക്ക് എന്നൊക്കെ പറയുന്നത് പ്യൂരിറ്റിയെയും അതുപോലെയുള്ള വേറൊരു തേർഡ് പാർട്ടി നമുക്ക് അഷ്യൂർ ചെയ്യുന്ന സാധനങ്ങളാണ്. അത്തരമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കുക. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക,
നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഞാൻ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുകയും എന്നാൽ ഉണ്ടാക്കിയിട്ടുള്ള എന്താണ് റോ മെറ്റീരിയൽസാണ് എൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു മോശം പ്രവണതയായിരിക്കും ഉണ്ടാവുക. അവോയ്ഡ് ജാർഗൺസ്, ബിസിനസ് ലോകത്തിലുള്ള ബിസിനസ് ആൾക്കാർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റാവുന്ന ഭാഷകളെ, കൺഫ്യൂസിങ് സയൻറ്റിഫിക് ലാംഗ്വേജുകളെ യൂസ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതും എന്താണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രീൻ വാഷിംഗ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Highlighting the importance of truthfulness in advertising by giving suitable examples. What are the best practices in this regard? Explain. 10 മാർക്കാണ്. അപ്പോൾ ട്രൂത്ത്ഫുൾനെസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും പറയണം, അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിളിനെ കുറിച്ചും നമ്മൾ പറയണം എന്നുള്ളതാണ്. എന്താണ് ട്രൂത്ത്ഫുൾനെസ്? സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ട്രൂത്ത്ഫുൾനെസ് ബിൽഡ് ട്രസ്റ്റ് ആൻഡ് prevents consumer financial loss. For example, if a smartphone advertised with a specific camera quality, it must match the actual performance. Misleading ads damage reputation and lead legal issues. അതായത് നമ്മളൊരു സാധനം ഓഫർ ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിലപ്പോൾ കുറേ പരസ്യങ്ങൾ കൊടുക്കും. ആ പരസ്യങ്ങൾ ഇപ്പോൾ എൻ്റെ ക്യാമറ എൻ്റെ മൊബൈൽ ഫോൺ DSLR ക്യാമറ പോലെ ഫോട്ടോ എടുക്കുന്ന ക്യാമറയുള്ളൊരു മൊബൈൽ ഫോണാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവണം? DSLR പോലെ എടുക്കുന്ന ഒരു ഫോട്ടോയുടെ ക്വാളിറ്റി അതിൻ്റെ ഫോട്ടോക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മളത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതിനെയാണ് ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നത്. സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. തറോ പ്രോഡക്റ്റ് നോളജ്. നമ്മൾ കൊടുക്കുന്നൊരു പ്രോഡക്റ്റ്, നമ്മൾ റീറ്റെയിലേഴ്സാണ്, നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആളല്ല. വേറെ ആളിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രധാനപ്പെട്ട ജോലി. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ പ്രോഡക്റ്റെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയും അറിവും നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ മണ്ടത്തരങ്ങളൊന്നും പറയുകയോ ഒന്നും ചെയ്യില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള പരസ്യങ്ങളായിരിക്കും കൊടുക്കുക. അതുണ്ടാവുക എന്നുള്ള. വേറൊന്ന് തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എനർജി എഫിഷ്യൻസിയുടെ കാര്യത്തിലോ ISOൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ BSI ഹോൾമാർക്കിൻ്റെ കാര്യത്തിലൊക്കെയുള്ള തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. ക്ലിയർ ഡിസ്ക്ലൈമേഴ്സ്. അതുപോലെ തന്നെ ഇത് ഏതെല്ലാം സാഹചര്യത്തിലാണ് പ്രവർത്തിക്കാൻ സാധ്യതയില്ലാത്തത്. ഇപ്പോൾ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുണ്ടും കുഴിഞ്ഞ റോഡിലൂടെ നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര മൈലേജ് കിട്ടില്ല. അത് പറയാൻ വേണ്ടി സാധിക്കണം. അത്തരത്തിലുള്ള നിരാകരണങ്ങൾ എന്തൊക്കെ കാര്യത്തിലുള്ള കോഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഈ കാര്യത്തെക്കുറിച്ച് പരിഗണിക്കേണ്ടത് എന്നുള്ളതും അല്ലെങ്കിൽ നമ്മളെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നുള്ള. മറ്റൊന്ന് റെഗുലറായിട്ടുള്ള ഓഡിറ്റ് ചെയ്യണം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുകയും അത് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തുടർന്ന് പോകും, കിട്ടുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ വേണ്ടുന്ന തിരുത്തൽ വരുത്താൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കൂ. ലോറിയൽ ഫൈൻഡ് 1.2 million for misleading claims about its Revital Lift anti-aging cream, demonstrating the financial risk of false advertising. ലോറിയൽ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ നമ്മൾ ആൻറ്റി ഏജിങ്ങിന് മുഖമൊക്കെ ഇങ്ങനെ ചുളിയില്ലേ പ്രായമാകുമ്പോൾ, അപ്പോൾ ആ ചുളിച്ചൊലൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില ക്രീമുകളുണ്ട്. അതിനെയാണ് നമ്മൾ ആൻറ്റി ഏജിങ് ക്രീമുകൾ എന്ന് വിളിക്കുക. ഇപ്പോൾ നെറ്റിയിലുണ്ടാവും, കഴുത്തിലുണ്ടാവും, അതൊക്കെ നമ്മൾ ചുളിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോറിയൽ കമ്പനി എന്ത് ചെയ്തു, അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഇറക്കി. ആ പ്രോഡക്റ്റിൻ്റെ പേരെന്താണ്? റിവൈറ്റൽ ലിഫ്റ്റ്. അതായത് നമ്മളെ എന്ത് ചെയ്യും, ഒന്നുകൂടി നന്നായി നമ്മളെ മുഖമൊക്കെ ഒന്ന് ലിഫ്റ്റപ്പ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പ്രോഡക്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തത്. പക്ഷേ അത് മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അതുകൊണ്ട് അവർക്ക് എത്ര കൊടുക്കേണ്ടി വന്നു? ഫൈൻ 1.2 million ഫൈൻ കൊടുക്കേണ്ടി വന്നു എന്നാണ് പറയാനുള്ളത്. 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്. Explain the importance of ethical practices in the distribution chain. Discuss ethical practices in managing perishable products, giving suitable examples എന്നുള്ളതാണ്. 10 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലെ എത്തിക്കൽ കാര്യങ്ങൾ പരിശോധിക്കാനും അതുപോലെ തന്നെ 10 മാർക്ക് പെരിഷബിൾ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പലതരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മൾ ഈ പ്രോഡക്റ്റ് നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിവിധ ഷോപ്പുകളിലേക്ക് ഈ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾ വേണ്ടി വരും. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ? ബ്രാൻഡ് റെപ്യൂട്ടേഷൻ നോക്കണം, സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസ് നോക്കണം, മിറ്റിഗേഷൻ റിസ്ക്കുകൾ നോക്കണം. അതായത് കൗണ്ടർ ഫീറ്റ് പ്രോഡക്റ്റുകൾ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. മാത്രമല്ല നമുക്ക് പരമാവധി എന്ത് ചെയ്യണം? ലോങ് ടേം റിലേഷൻഷിപ്പുള്ള ബിസിനസ്സുകൾ വേണം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പരസ്പര വിശ്വാസവും ബിസിനസ് ഗ്രോത്ത് രണ്ട് ടീമിലും ഉണ്ടാകും എന്നുള്ളതാണ്.
ഓക്കെ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, വെയർ ഹൗസിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ലോജിസ്റ്റിക് ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾക്കകത്തൊക്കെ തന്നെ എന്ത് വേണം, നമ്മൾ എത്തിക്കലി വേണം പ്രാക്ടീസ് ചെയ്യാൻ. നമ്മൾ കുറേ ദൂരം നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യാനോ കുറേ ദൂരത്തേക്ക് നമുക്ക് അടുത്തുനിന്ന് കിട്ടുമെങ്കിൽ അടുത്തുനിന്ന് തന്നെ ചെയ്യണം. എന്താ, നമ്മളെ കാർബൺ എമിഷൻസ് കുറക്കുക പോലെയുള്ള സാധനങ്ങൾ. ഓക്കെ. ഇനി പെരിഷബിൾ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. പെരിഷബിൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നാശമായിട്ട് പോകുന്ന ഗുഡ്സ്, പ്രത്യേകിച്ച് നമ്മളുടെ എന്താണ് ഫുഡ് ഗ്രേഡ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒക്കെയുള്ള സാധനങ്ങൾ, ഫ്രൂട്ട്സ്, ഫുഡ്, പ്രോസസ്ഡ് ഫുഡല്ല, അതല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ. അതിനെന്ത് വേണം, FSSAIയുടെ രജിസ്ട്രേഷൻ വേണം, ഫുഡ് സേഫ്റ്റി സെക്യൂരിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ വേണം. മാത്രമല്ല അതിന് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എപ്പോഴാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്, ഇതിന് ഏകദേശം എത്ര നാൾ പുറത്ത് വയ്ക്കാം, എത്ര നാൾ റെഫ്രിജറേറ്ററിൻ്റെ അകത്ത് വെക്കാം, അങ്ങനെയൊക്കെ കുറേ. നമ്മൾ കാർട്ടൺ പാൽ കിട്ടില്ലേ, കാർട്ടൺ പാൽ പൊട്ടിക്കുന്നത് വരെ ചിലപ്പോൾ നമുക്ക് ഒരു 150 ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെക്കാം. പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കണം, 2 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവണം. മാത്രമല്ല കോൾഡ് ചെയിൻ ഫെസിലിറ്റീസ് ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വണ്ടിക്കകത്ത് എന്ത് വേണം, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള സാധനം വേണം. ഇത് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ എന്ത് വേണം, നമുക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഇടങ്ങളെയാണ് നമ്മൾ എന്താണ് കോൾഡ് ചെയിൻ ഫെസിലിറ്റി എന്നുള്ള അർത്ഥത്തിൽ വിളിക്കുക. മാത്രമല്ല ഈ പറയുന്ന പാർട്ടീസിനൊക്കെ ഇപ്പോൾ കോൾഡ് ചെയിൻ ഫെസിലിറ്റി വെയർ ഹൗസിലായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ടാവും, കയറ്റിറക്ക് തൊഴിലാളികളുണ്ടാവും. അവർക്കൊക്കെ എന്ത് കൊടുക്കാൻ സാധിക്കണം, ഫെയർ വേജ് കൊടുക്കാനും നമുക്ക് സാധിക്കണം. ഇതും എന്താണ്, ഒരു എത്തിക്കൽ പ്രാക്ടീസാണ് പെരിഷബിൾ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട്. ചിലപ്പോൾ നമ്മൾ കാണാറില്ലേ, ഈ ഡ്രൈവേഴ്സൊക്കെ മീനാണെന്ന് പറഞ്ഞിട്ട് അടിച്ച് മിന്നിച്ച് പോകുന്നത്, ഭയങ്കര വേഗത്തിൽ പോകുന്നത്, അത് അവർക്കും അപകടം ഉണ്ടാക്കും, റോട്ടിൽ വേറെ ആൾക്കാർക്കും അപകടം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയല്ലാതെ അവരുടെ ജീവനും സ്വത്തിനും കൂടി ഒരു സുരക്ഷ നൽകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ. മീൻ ഇന്ന സ്ഥലത്ത് നിന്ന് അന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വേഗത്തിൽ അവരെ വണ്ടി ഓടിച്ച് അവർക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കമ്പനി എന്നുള്ള ഭാഗത്തു നിന്ന് ചെയ്യാൻ പ്രേരിപ്പിക്കാൻ പാടില്ല അവരെ എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. യെസ്, അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻക്ലൂസീവ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്, ഹൗ ഇറ്റ് ക്യാൻ ബി പ്രൊമോട്ടഡ് എന്ന് പറയുന്നതാണ്. 10 + 10 20 മാർക്കിലാണ്. ഇൻക്ലൂസീവ് വർക്കിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും? ഇൻക്ലൂസീവ് വർക്കിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നത്, അവരെ പണിയെടുക്കാൻ അനുവദിക്കുന്നത്. അതായത് ഡൈവേഴ്സിറ്റി ഉണ്ടാവണം, ഇക്വിറ്റി ഉണ്ടാവണം, ഒക്കെ റൈറ്റാണ്. പക്ഷേ അവർക്ക് തോന്നണം ഈ സ്ഥാപനം ഞങ്ങളുടേത് കൂടിയാണെന്ന്. അങ്ങനെ ഞങ്ങളുടേത് കൂടിയാണ് സ്ഥാപനം തോന്നുന്നത് എപ്പോഴാണ്, ആ മാനേജ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് അവർ തീരുമാനങ്ങൾ കൂടിയെടുക്കുന്ന സമയങ്ങളിൽ. അതിനെയാണ് നമുക്ക് ഇൻക്ലൂസീവായിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടാവണം എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും, എൻഹാൻസ്ഡ് ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റി ഉണ്ടാക്കും, ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കും, ഹയർ എൻഗേജ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ് കൂടുതൽ നന്നായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഒരു സൊല്യൂഷനെ ബെറ്ററാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഇന്നോവേഷൻ നടത്താൻ വേണ്ടിയും സഹായിക്കും. ഇംപ്രൂവ്ഡ് ടാലൻറ്റ് റിറ്റൻഷൻ ഉണ്ടാവും, നല്ല ആൾക്കാർ നമ്മളെ കമ്പനിയോട് ചേർന്ന് നിൽക്കാനും നല്ല കഴിവുള്ള ആൾക്കാർ നമ്മളെ സ്ഥാപനത്തിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ടാവും. എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത് പ്രൊമോട്ട് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഉള്ളതെന്നുള്ളതാണ്. ഡൈവേഴ്സ് ഹയറിങ്, നമ്മൾ പറഞ്ഞല്ലോ ഡൈവേഴ്സിറ്റിയാണ് ഇതിനൊക്കെ ബേസ് ആയിട്ടുള്ളൊരു കാര്യം. മാത്രമല്ല പോളിസി റിവിഷൻ, അതായത് ആൾക്കാരുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ ഹോളിഡേയുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ വർക്കിംഗ് അവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പോളിസി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇൻക്ലൂസീവ് കൾച്ചർ, അതായത് ഏതൊരു തരം ആൾക്കും ആ സ്ഥാപനത്തിൽ എപ്പോൾ വേണമെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഒരു സുരക്ഷിതത്വ ബോധം അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റെഗുലർ കമ്മ്യൂണിക്കേഷൻ, ആസ്കിങ് എംപ്ലോയി ഫീഡ്ബാക്ക് ഓഫ് ഇൻക്ലൂസിവിറ്റി, അതായത് അവരോട് ചോദിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് എംപ്ലോയീസെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരാൻ സാധിക്കുക, നമുക്ക് എന്തൊക്കെ തരം മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് പറയുന്ന രീതിയിലേക്ക്. അപ്പോൾ അവർക്ക് അവരുടെയും കൂടി സ്ഥാപനമാണ് അത് എന്നുള്ള അർത്ഥത്തിൽ തോന്നും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആ വർഷത്തെ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, CSR എന്താണ്, വാട്ട് ഈസ് മെൻ ബൈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. അത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളതും അതിൻ്റെ കാറ്റഗറീസ് എന്താണെന്നുള്ളതും. അപ്പോൾ നമുക്കതിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, റൈറ്റ്. ആ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് എഴുതാനായിരിക്കും സാധാരണ വരുന്നത്. കണ്ടില്ലേ, ഷോർട്ട് നോട്ട് NE2 2 എഴുതുക, 4 തന്നിട്ടുണ്ട്, 2 എഴുതുക. എന്താണ്
റീസൈക്ലിംഗ് ആൻഡ് ഡിസ്പോസൽ, പ്രോഡക്റ്റ് വാറൻറ്റി, പ്രോഡക്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഒക്യുപ്പേഷണൽ ഹസാർഡ്സ്. ഇതിൽ ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. റീസൈക്ലിംഗ് ആൻഡ് ഡിസ്പോസൽ. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു പ്രോഡക്റ്റിനെ വീണ്ടും മറ്റൊരു പ്രോഡക്റ്റാക്കി മാറ്റാൻ ഉള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ് നടത്തുക? നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൂ. ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞാലോ അതിനെ എങ്ങനെയാണ് നമുക്ക് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കതിനെ ഭൂമിക്ക് ദോഷമില്ലാത്ത രീതിയിൽ അതിനെ അവസാനിപ്പിക്കുക എന്ന് പറയുന്ന രീതിയിലാണ് അതിനെ എന്ത് ചെയ്യുന്നത്? ഡിസ്പോസൽ എന്നുള്ള അർത്ഥത്തിൽ വിളിക്കുന്നത്. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ കൺവേർട്ടിംഗ് വേസ്റ്റ് ഇൻ ടു ന്യൂ മെറ്റീരിയൽ, ആൻഡ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ മാനേജിങ് വേസ്റ്റ് വിയ കമ്പോസ്റ്റിംഗ്, ലാൻഡ് ഫിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന സാധനം എന്താണ്? നമ്മളുടെ R പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാവുന്നതാണ്. റെഫ്യൂസ്, റെഡ്യൂസ്, റീപർപ്പസ്, റീസൈക്കിൾ ആൻഡ് റീയൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയാൽ തന്നെ നമുക്കൊരു 10 മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് പ്രോഡക്റ്റ് വാറൻറ്റിയെ കുറിച്ചിട്ടാണ്. പ്രോഡക്റ്റ് വാറൻറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനക്ഷമത ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു നിശ്ചിത കാലത്തോളം നിശ്ചിത രീതിയിൽ ഉറപ്പ് തരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള കമ്മിറ്റ്മെൻ്റ് ആണ്? റിപ്പയർ ചെയ്ത് കൊടുക്കുകയാണോ, അതോ ഡിഫക്റ്റീവായിട്ടുള്ള സാധനം ഞങ്ങൾ മൊത്തത്തിൽ മാറ്റിത്തരുമോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. മാത്രമല്ല എത്തിക്കൽ വാറൻറ്റീസ് ആയിരിക്കണം. അതായത് വാറൻറ്റി നമ്മളൊരു പ്രോഡക്റ്റിന് കൊടുക്കുന്ന സമയത്ത് അതിനൊരു റീസണബിൾ ആയിട്ടുള്ള ഡ്യൂറേഷൻ ഉണ്ടാവണം. ക്ലിയർ ലാംഗ്വേജിൽ അത് ക്ലിയർ ആയിട്ട് പറയുകയും വേണം. നമ്മളൊരു ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, ഇതിന് 1 മാസമേ വാറൻറ്റി ഉള്ളൂ, അങ്ങനെ പറയരുത്. ഇലക്ട്രോണിക് പ്രോഡക്റ്റ് നമ്മൾ 1 മാസത്തിന് വേണ്ടിയിട്ടല്ലല്ലോ വാങ്ങിക്കുന്നത്, അതിനൊരു ലൈഫ് ഉണ്ടാവും. ആ ലൈഫിൻ്റെ ഏകദേശം പകുതി സമയമെങ്കിലും നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കണം? വാറൻറ്റി കൊടുക്കാൻ സാധിക്കണം. മറ്റൊന്ന് അതിൻ്റെ സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെടണം. കസ്റ്റമർ സർവീസ് സപ്പോർട്ട് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കണം. എവിടെയൊക്കെ ഉണ്ടാവും, നിങ്ങൾ ഇങ്ങോട്ട് വരണോ, ഞങ്ങൾ അങ്ങോട്ട് വരുമോ, നേരത്തെ ബുക്ക് ചെയ്യണോ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കണം. ഒക്യുപ്പേഷണൽ ഹസാർഡ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഹെൽത്ത്, ഫിസിക്കൽ, അതുപോലെ തന്നെ മെൻ്റൽ, എർഗണോമിക്കൽ, ഓർഗനൈസേഷനിൽ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ പ്രോഡക്റ്റ് തന്നെ അല്ലെങ്കിൽ സെയിം പ്രോഡക്റ്റ് തന്നെ ഡിഫറെൻറ്റ് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് പ്ലേസിന് കൊടുക്കുക. കാറ് ഇന്ത്യയിൽ 15 ലക്ഷത്തിന് കൊടുക്കുന്നു, പാകിസ്ഥാനിൽ 18 ലക്ഷത്തിന് കൊടുക്കുന്നു, ശ്രീലങ്കയിൽ 20 ലക്ഷത്തിന് കൊടുക്കുന്നു. കാരണം എന്താ? വിവിധ ആൾക്കാർക്ക് അത് വാങ്ങിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ അവരായിരുന്നു പരമാവധി പൈസ നമ്മൾ വാങ്ങിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കുക. അതിനാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുന്നത്. അതിനെന്തുണ്ട്? ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞുകൊണ്ടുള്ള സാധനമുണ്ട്. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ മാക്സിമം വില്ലിങ്നെസ് ടു പേ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം, എനിക്ക് ഒരു കാറ് ഇവിടെ 15 ലക്ഷത്തിനേ വാങ്ങിക്കാൻ പറ്റുള്ളൂ, അപ്പുറത്തെ രാജ്യത്തിലുള്ള ആൾക്കാർക്ക് 18 ലക്ഷത്തിന് വാങ്ങിക്കാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് 18 ലക്ഷത്തിന് കൊടുക്കുക, എനിക്ക് 15 ലക്ഷത്തിന് തരാം. രണ്ടാമത്തത് സെക്കൻഡ് ഡിഗ്രി, കുറേ വാങ്ങിക്കുമ്പോൾ, ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറയുന്നത്. മൂന്നാമത്തത് കസ്റ്റമർ ഗ്രൂപ്പിനനുസരിച്ചുകൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗവൺമെൻറ് ജോലിക്കാർക്ക് കാറ് 15 ലക്ഷത്തിൻ്റെ കാറ് 12 ലക്ഷത്തിന് കൊടുക്കും. ലോണ് 10% പകരം 8% കൊടുക്കും. അങ്ങനെ കാറ്റഗറി ആയിട്ട്, ചിലപ്പോൾ ഏജിൻ്റെ ബേസിലാവാം, ചിലപ്പോൾ ഒക്യുപ്പേഷൻ്റെ ബേസിലാവാം, ചിലപ്പോൾ അവരുടെ ജെൻഡറിൻ്റെ ബേസിലാവാം. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ലോണ് കിട്ടാൻ ലേഡീസിന് ചിലപ്പോൾ കൂടുതൽ. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് റിലയൻസിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അവർ പറയുന്നത് ലേഡീസാണ് നിങ്ങളുടെ പ്രപ്പോസൽ അല്ലെ ആദ്യത്തെ ആൾ എന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? 5% ഡിസ്കൗണ്ട് കൊടുക്കും, ജെൻസിനേക്കാൾ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കും. അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ എന്തുണ്ട്? തേർഡ് ഡിഗ്രി ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ പേപ്പറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. മൂന്നാമത്തെ പേപ്പറിനെ കുറിച്ച് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ പാഠഭാഗം അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ മൂന്നാമത്തതിൻ്റെ ഡിസ്കഷൻ ഫയൽ മാനേജർ. മൂന്നാമത്തേത് ഏതായിരുന്നു? ജൂൺ 2024 ഇതിലെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള സാധനങ്ങളുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ചോദ്യം, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ബിസിനസ് എത്തിക്സ്, ഡിസ്കസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ? യെസ്, ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട? അക്കാര്യം ഡിസ്കസ് ചെയ്യേണ്ട എന്നുള്ളതാണ്. കോൺസെപ്റ്റ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്തൊക്കെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ? സാധാരണ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതേതൊക്കെയാണ്? ഇൻറ്റഗ്രിറ്റി ആൻഡ് ട്രസ്റ്റ് വർത്തിനെസ്, അക്കൗണ്ടബിലിറ്റി, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറയുന്നത്, ട്രാൻസ്പെറൻസി, സുതാര്യത ഉണ്ടാവുക എന്ന് പറയുന്നത്, ഫെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെയും തുല്യമായിട്ട് പരിഗണിക്കാനുള്ളൊരു മാനസിക നില ഉണ്ടാവുക എന്ന് പറയുന്നത്, സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹോണസ്റ്റിയും ചേർക്കാവുന്നതാണ്. ഇതൊക്കെയാണ് സാധാരണ പ്രിൻസിപ്പിൾസ്. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നല്ലത് എന്നുള്ള ഒരു സാധനത്തെ പറയുന്നത്? നമുക്കറിയാവുന്നതല്ലേ, ഒരാൾ നല്ലവനാണ് എന്ന് പറയാൻ എന്തൊക്കെയായിരിക്കണം? അയാൾ സത്യസന്ധനായിരിക്കണം, വാക്ക് പാലിക്കുന്നവനായിരിക്കണം, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആൾ ഏറ്റെടുക്കണം, ആൾക്കാരെ ഡീൽ ചെയ്യുന്നതിൽ ഒരു ഫെയർനെസ് ഉണ്ടാവണം, അത്തരം കാര്യങ്ങൾ. അത് തന്നെയാണ് നമുക്കിവിടെയും ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ.
വാട്ട് യു മെൻ ബൈ ഫെയർ ട്രേഡ് പ്രാക്ടീസസ്, ഡിസ്ക്രൈബ് ദ സിഗ്നിഫിക്കൻസ് ഇൻ ദ സൊസൈറ്റി. ഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്നാൽ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് സൊസൈറ്റിക്കകത്ത് എന്താണ്? ഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം വേജ്, അതായത് നമ്മൾ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ പ്രോഡക്റ്റ് തരുന്ന ഏറ്റവും അവസാനത്തെ ഒരാളുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യത്തെ ആൾ, നമുക്ക് ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സഹകരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ആൾ തൊഴിലാളികളാവും മിക്കപ്പോഴും അതുണ്ടാവുക, കർഷകരാവും ചിലപ്പോൾ ഉണ്ടാവുക. അവർക്ക് എന്ത് ചെയ്യുക? ഫെയർ ആയിട്ടുള്ള, മിനിമം ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേജ് കൊടുക്കുക എന്നുള്ളത്, ഫെയർ ആയിട്ടുള്ള ലാഭങ്ങൾ കൊടുക്കുക എന്നുള്ളത്. നമ്മൾ അവരെ കൊണ്ട് ഒരു ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഷെയർ അവർക്കും കൊടുക്കുക എന്നുള്ളത്. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? ഇത് എംപവർ പ്രൊഡ്യൂസേഴ്സ്, കർഷകരെ, പ്രൊഡ്യൂസേഴ്സിന് എന്ത് ചെയ്യും? അവരെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യും, അവരെ ഒന്ന് സഹായിക്കും, ശാക്തീകരിക്കും. മറ്റൊന്ന്, അവരുടെ ദാരിദ്ര്യങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും, അവർ ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ അവർ കുറച്ചും കൂടി എന്താണ്, അധ്വാനമുള്ള ശേഷിയുള്ള, കായിക ശേഷിയുള്ള ആൾക്കാരായതുകൊണ്ട് നന്നായി പണിയെടുക്കാനും നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും നല്ല സാധനങ്ങൾ, ക്രോപ്പുകൾ നമുക്ക് തരാനുള്ള ശ്രമം ഉണ്ടാവും. എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കും. കാരണം എന്താണ്? ആൾക്കാരിൽ പൈസ വരുന്ന സമയത്ത് അവർ കുറച്ചും കൂടി അവരുടെ ഹെൽത്ത് കോൺഷ്യസ് ആവും, അതുപോലെ തന്നെ അവരുടെ എൻവയോൺമെൻറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. മറ്റൊന്ന് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അത് ആ വിഭാഗം ആൾക്കാർ ജീവിക്കുന്ന പ്രദേശത്ത് എന്ത് ചെയ്യും? കൂടുതൽ ബെറ്ററായിട്ട് മുന്നോട്ട് നയിക്കും. ഇതിനോട് കൂടിയിട്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത് പറയാം? ഇത് നമ്മളുടെ കമ്പനിയുടെ ബ്രാൻഡ് ഇമേജ് വർദ്ധിപ്പിക്കും, നമ്മളുടെ സെയിൽസ് വർദ്ധിപ്പിക്കും, തൊഴിലാളികൾ നമ്മളോട് കൂടെ ചേർന്ന് നിൽക്കും. അങ്ങനെ ബിസിനസ്സിന് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ഏതൊരു ബെനിഫിറ്റ്, ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ അഡീഷണലായിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കസ്റ്റമർ പ്രൊഫൈലിംഗ് ആൻഡ് ഹൈലൈറ്റ്സ് ദ ചാലഞ്ചസ് ഇൻ കളക്ഷൻ ഓഫ് ഡാറ്റ ഫ്രം കസ്റ്റമർ പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കസ്റ്റമറിൽ നിന്ന് ഡാറ്റ വാങ്ങിക്കുന്ന സമയത്തുള്ള ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്? അപ്പോൾ കസ്റ്റമർ പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ആദ്യം പറയാം. കസ്റ്റമേഴ്സിനെ വിവിധ തട്ടുകളായിട്ട് തരംതിരിക്കുക, അവരെ എന്ത് ചെയ്യുക? അവരുടെ പേര്, ജെൻഡർ, അവരുടെ ബാക്കിയുള്ള ഇൻഫർമേഷൻസ്, ഇതിനൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ചുകൊണ്ട് അവർക്ക് അതിനുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമ്മളതിനെ പറയുക. ഓക്കെ, റൈറ്റ്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്ക് കൃത്യമായിട്ടുള്ള സെയിൽസ്, അതുപോലെ തന്നെ സ്റ്റോക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, അവർക്ക് കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് കൊടുക്കാൻ പറ്റും, കസ്റ്റമേഴ്സിന് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗുണകരമായ വശങ്ങൾ. കസ്റ്റമർ പ്രൊഫൈലിംഗ്, ഒരു കസ്റ്റമറിൻ്റെ, എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് അധികം ഒരു 20 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ. എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, പക്ഷേ അവരെന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻഡി വാങ്ങിക്കുന്നുണ്ട്. അവരവരെ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടാണോ ക്യാൻഡി വാങ്ങിക്കുന്നത് എന്നൊക്കെ പറയുന്ന രീതിയിൽ അനലൈസ് ചെയ്യാൻ ഈ കസ്റ്റമർ പ്രൊഫൈലിംഗ് നമ്മളെ സ്വാധീനിക്കും. മറ്റൊന്ന് അതിൻ്റെ ചലഞ്ചസ് ആണ്. എന്തൊക്കെയാണ്? പ്രൈവസി കൺസേൺസ്, ഡാറ്റ സെക്യൂരിറ്റി. ഈ പറയുന്ന കസ്റ്റമേഴ്സ് തരുന്ന ഇൻഫർമേഷൻസ് ശരിയാണോ എന്ന് ആർക്കറിയാം? കസ്റ്റമേഴ്സിന് അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. മറ്റൊന്ന് റെഗുലേറ്ററി കംപ്ലയിൻസസ് എന്ന് പറയുന്ന സാധനം. അതായത് നമ്മളിപ്പോൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഡാറ്റ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമത്തോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അവരിൽ നിന്ന് ഡാറ്റ വാങ്ങിക്കാൻ പാടില്ല. അതായത് ആധാർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആധാർ നമ്പർ നമുക്ക് എല്ലാവരുടെ അടുത്തും വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. അത് വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആധാർ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പത്തിലാവും. ഓക്കെ, റൈറ്റ്. അടുത്തത് 4ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഡിസ്കസ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഇൻവോൾവ്ഡ് ഇൻ ദി പ്രോഡക്റ്റ് സേഫ്റ്റി ക്വാളിറ്റി കൺട്രോൾ. പ്രോഡക്റ്റിൻ്റെ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെന്തൊക്കെ ഉണ്ടാവണം? ട്രാൻസ്പെറൻസി ഉണ്ടാവണം, കൺസ്യൂമേഴ്സിനെ ആ പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ കൊടുക്കണം. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചു വിളിക്കണം. ഓക്കെ, നമ്മളിടക്ക് കാണാറില്ല, മാരുതി അവരുടെ ഇന്ന ബാച്ചിലുള്ള വണ്ടികളൊക്കെ തിരിച്ചു വിളിച്ചിരിക്കുന്നു, കാരണം അവർ എഞ്ചിൻ്റെ അകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് പരിഹരിച്ചിട്ട് അവർക്ക് കൊടുക്കും. പരിഹരിക്കുന്നത് ഫ്രീ ആയിട്ട് പരിഹരിക്കുകയും ചെയ്യും. മാത്രമല്ല, എന്ത് ചെയ്യണം? ലീഗലി നമ്മൾ നിയമങ്ങൾ പാലിക്കാനുള്ള ശ്രമം നടത്തണം. നമ്മളൊരു ഫുഡ് ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ FSSAIയുടെ രജിസ്ട്രേഷൻ കിട്ടണം, അല്ലെങ്കിൽ ISOൻ്റെ രജിസ്ട്രേഷൻ, ISIയുടെ രജിസ്ട്രേഷൻ, BSIയുടെ രജിസ്ട്രേഷൻ, അതുപോലെയുള്ള സംവിധാനങ്ങൾ വേണം എന്നുള്ളതാണ്. മറ്റൊന്ന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സോഴ്സിങ് വേണം എന്നുള്ളതാണ്. അതായത് എവിടെ നിന്നാണോ നമ്മളുടെ റോ മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അതെന്തായിരിക്കണം? എത്തിക്കലി ഉള്ള റോ മെറ്റീരിയൽസ് ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി നമുക്ക് ഏറെക്കുറെ അഷ്യൂർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം.
വാട്ട് യു മീൻ ബൈ ഡൈനാമിക് പ്രൈസിംഗ്? ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇറ്റ്, ഔട്ട്ലൈൻ ദ ബെനിഫിറ്റ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഡൈനാമിക് പ്രൈസിംഗ്. ഡൈനാമിക് പ്രൈസിംഗ് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ്? ഫ്ലൈറ്റിലൊക്കെയുള്ള പ്രൈസിംഗ്, അതായത് ഓരോ സമയത്തിനനുസരിച്ച് പ്രൈസ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു. ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടുന്നു, ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസ് കുറയുന്നു. ആ തരത്തിലുള്ള നമ്മളെ പ്രീമിയം തത്കാലം അങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളുടെ ചില ഹോട്ടലുകളുടെ റൂമുകളുടെ റേറ്റ് അങ്ങനെയാണ്, നമ്മളെ എയറോപ്ലെയിൻ്റെ റേറ്റുകൾ അങ്ങനെയാണ്, ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെയാണ് എന്നൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞു. അഡ്ജസ്റ്റ് ദ പ്രൈസ് ത്രൂ ഔട്ട് ദ ഡേ ബേസ്ഡ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷൻ എന്താണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് കൂടുകയും കുറയുകയും അനുസരിച്ചുകൊണ്ട് അത് ഇതാവുക. അപ്പോൾ അതിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബാധിക്കും, സീസണാലിറ്റി ബാധിക്കും അല്ലേ? ചക്ക കിട്ടുന്ന സമയത്ത് ചക്ക ചിപ്സിന് വില കുറവായിരിക്കും, അത് കിട്ടാത്ത സമയത്ത് ചക്ക ചിപ്സിന് എന്തായിരിക്കും? വളരെ വില കൂടുതലായിരിക്കും. ടൈം ഓഫ് ദ ഡേ, 24 മണിക്കൂറും തുറന്നു വെക്കുന്ന ഒരു കടയിൽ നിന്ന് ഒരു പാല് വാങ്ങിക്കുമ്പോൾ, രാത്രി പാല് വാങ്ങിക്കുമ്പോൾ പാലിന് ചിലപ്പോൾ വില കുറച്ച് കൂടുമെന്ന് പറഞ്ഞാൽ MRPയിൽ കൂടാൻ പാടില്ല, പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധാരണ കിട്ടുന്നേക്കാളും കൂടും. അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ സ്വിഗ്ഗിയിൽ രാത്രി ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ നൈറ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാർജ് വരും. ഓക്കെ, കോമ്പറ്റീറ്ററുടെ പ്രൈസ്, അതുപോലെ തന്നെ കൺസ്യൂമറിൻ്റെ ബിഹേവിയർ, ഇതൊക്കെ ഈ പറയുന്ന ഡൈനാമിക് പ്രൈസിങ്ങിനെ സ്വാധീനിക്കും. എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്? സെയിൽസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യും ചില സമയങ്ങളിൽ. മാത്രമല്ല പ്രോഫിറ്റ്, നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരവസ്ഥ ഉണ്ടാക്കും. എന്നാൽ ഇതിന് കുറേ ലിമിറ്റേഷൻ ഉണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയേണ്ടത്. എന്തൊക്കെയാണ്? കസ്റ്റമേഴ്സിന് അവരെ പറ്റിച്ച പോലെ തോന്നും. ഇന്ന് 5000 റുപ്യക്ക് വാങ്ങിച്ചൊരു സാധനം നാളെ നോക്കുമ്പോൾ 3000 റുപ്യ, നാളെ വാങ്ങിച്ചാൽ മതിയായിരുന്നു, ഇവരെന്തിനാ എനിക്ക് 10000 റുപ്യ തന്നിട്ട്, അല്ലെങ്കിൽ ഇത്രയും പൈസ കൂടുതൽ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതെന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകും. വേറൊന്ന്, പ്രൈസ് വാറിലേക്ക് ഇത് അവരെ മുന്നോട്ട് നയിക്കും എന്നുള്ളതാണ്. കസ്റ്റമേഴ്സ് വിചാരിക്കും, നാളെ പ്രൈസ് കുറയും, അപ്പോൾ അതെന്ത് ചെയ്യാം, അതിനനുസരിച്ചിട്ട് വാങ്ങിക്കാം എന്ന് വിചാരിക്കും. ഓക്കെ, റൈറ്റ്. 6ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ കീ എത്തിക്കൽ കൺസിഡറേഷൻ ഇൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്? ഡിസ്കസ് ഇൻ ഡീറ്റെയിൽസ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതിനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബെറ്റർ ബെനിഫിറ്റ്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം വരുന്നത് 7ാമത്തെ ചോദ്യം, വാട്ട് ഈസ് മെൻ ബൈ ദ വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി? ഡിസ്കസ് ഇമ്പോർട്ടൻസ് ആൻഡ് ബെനിഫിറ്റ്സ്. ഇതും നമ്മൾ എന്ത് ചെയ്താണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് സുഖമായിട്ട് എഴുതാം. ഇമ്പോർട്ടൻസ് ഇത്തരം കാര്യങ്ങൾ എഴുതാം, ബെനിഫിറ്റ്സ് നമുക്ക് എന്ത് എഴുതാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെപ്യൂട്ടേഷൻ കൂട്ടും, കമ്പനിയുടെ ഗ്രോത്ത് കൂട്ടും, കമ്പനിക്ക് സസ്റ്റൈനബിളായിട്ട് നിലനിൽക്കാൻ സാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഇനി നമ്മളുടെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഏറ്റവും അവസാനത്തെ പാർട്ടായിട്ടുള്ള 3ാമത്തെ ചോദ്യ പേപ്പറിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം എന്താണ്, ഷോർട്ട് നോട്ട് എഴുതുക എന്നുള്ളതാണ്. 2 എഴുതുക എന്നുള്ളതാണ്, പക്ഷേ 4 നമ്മൾ പറയും. എന്തൊക്കെയാണ്? റൈറ്റ് ടു ഡാറ്റ പ്രൊട്ടക്ഷൻ, പ്രോഡക്റ്റ് ഒബ്സലൻസ്, പ്രൈസ് ഗോജിങ് എന്താണ്, എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ മാനേജിങ് പെരിഷബിൾ ഗുഡ്സ് എന്താണ്. ഇതിലെ 1-2 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, റൈറ്റ് ടു ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ GDPRുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് 8 റൈറ്റുകളില്ലേ, ആ റൈറ്റുകളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. മറ്റൊന്ന്, പ്രോഡക്റ്റ് ഒബ്സലൻസൻസ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഒബ്സലീറ്റായി പോവുക, അങ്ങനെ പറയുന്ന സാധനങ്ങളെ എന്താണ് നമ്മൾ പറയുക, ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോവുക, ഒബ്സലീറ്റ് ആയിട്ട് പോവുക, അതിൻ്റെ എന്താണ് പ്രവർത്തനം നശിച്ചു പോകുക എന്നൊക്കെ പറയുന്നത്. ഇത് 2 രീതിയിലുണ്ട്. ഒന്ന് പ്ലാനഡ് ആയിട്ടുള്ളതുണ്ട്, മറ്റൊന്ന് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതുണ്ട്. നാച്ചുറലായിട്ട് സംഭവിക്കുക എന്താണ്, ഒരു TV ഒരു 5-6 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നാശമായിട്ട് പോകും. പക്ഷേ ഒരു TV അത് എന്താണ്, അടുത്ത വർഷം പുതിയ ബ്രാൻഡ് ഇറങ്ങുമ്പോൾ നാശാവുന്ന രീതിയിൽ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കുറയ്ക്കുകയും ക്ലാരിറ്റി കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, അത് ഔട്ട്ഡേറ്റഡ് ആക്കാം. അതെന്താണ്, മോശമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ പ്ലാൻഡ് ഒബ്സലൻസസ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് അൺഎത്തിക്കലാണ്. അത് കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യും, വീണ്ടും പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ തോന്നും. നമ്മൾ മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ സംശയം ഉണ്ടാവും. സാധാരണ മൊബൈൽ ഫോൺ എന്ത് ചെയ്യും, ഒരു 3 വർഷം 4 വർഷം അപ്ഡേറ്റ് തരുമെന്ന് പറയും അല്ലേ. 2 to 4 പല ആൾക്കാരും തരിക, 2 വർഷം മുതൽ 4 വർഷം വരെ. ഓക്കെ, പക്ഷേ നമ്മൾ 4 വർഷത്തിൽ ഒരിക്കലാണ് ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നത്. പക്ഷേ മൊബൈൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്നതല്ലേ ലാഭം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു 1-2 കൊല്ലം കഴിഞ്ഞ് നമ്മളെ മൊബൈലിൻ്റെ സ്പീഡ് അങ്ങോട്ട് കുറയ്ക്കുന്ന രീതിയിലേക്കുള്ള അപ്ഡേറ്റ് തന്നാൽ എന്ത് ചെയ്യും അല്ലേ.
അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അത് അൺനെസസറി ആയിട്ടുള്ള പർച്ചേസ് ഉണ്ടാക്കും, അൺഎത്തിക്കലാണ്. മാത്രമല്ല നമ്മൾ ഈ നാശായ ഫോൺ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഫോൺ എന്ത് ചെയ്യും, അവിടെ എവിടെയും വലിച്ചെറിയും. അത് വേസ്റ്റേജ് എന്ന് പറയുന്നത് എൻവോൺമെൻറ്റിന്, ഈ വേസ്റ്റേജ് എന്ന് പറയുന്നത് എൻവോൺമെൻറ്റിന് വളരെ ബുദ്ധിമുട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. പിന്നെ എത്തിക്കൽ പെരിഷബിൾ മാനേജ്മെൻറ്റ്, അതും നമ്മളെന്താണ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പെരിഷബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് നാശമായി പോകുന്ന ഗുഡ്സിനെയാണ് വിളിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, പ്രൈസ് ഗോജിങ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താണ് പ്രൈസ് ഡൈനാമിക്സ് അല്ലെങ്കിൽ ഡൈനാമിക് പ്രൈസിങ് എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളൊരു സാധനമാണ്. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണ്, അത് കൂടുകയും കുറയുകയും ചെയ്യും. പ്രൈസ് ഗോജിങ്ങോ കൂടുക മാത്രമേ ഉള്ളൂ, കുറയില്ല എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഗോജിയ അൺഎത്തിക്കൽ പ്രാക്ടീസാണ്. റൈസിങ് പ്രൈസ് അൺറീസണബിളി ഡ്യൂറിങ് ദ എമർജൻസീസ്, ചിലപ്പോൾ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത്, ഒരു കോവിഡ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രളയമോ ബുദ്ധിമുട്ടോ എർത്തിക്കോക്കോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെയുള്ള നാട്ടുകാർക്ക് വേണ്ടുന്ന ആവശ്യ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാർ പൈസ വില കൂട്ടിയിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ആ കച്ചവടക്കാരനെ നാട്ടുകാർ പിന്നീട് നല്ല രീതിയിൽ വരുമ്പോൾ പരിഗണിക്കുമോ? ഇല്ല. അപ്പോൾ ആ പറയുന്ന രീതിയിലുള്ള സാധനങ്ങൾ എക്സ്പ്ലോയിറ്റ് കൺസ്യൂമേഴ്സ് എസെൻഷ്യൽ നീഡ്സ്, ഇതെന്താണ് പല രാജ്യങ്ങളിലും ഇല്ലീഗലാണ്. നമ്മൾ ഇന്ത്യക്കകത്ത് എന്താണ് ഇല്ലീഗലാണ്. യൂറോപ്പിലെ ചില പ്രദേശങ്ങൾക്കകത്ത് അവരെന്ത് പറയുന്നുണ്ട്, ഇത് എന്താണ് പ്രോഡക്റ്റ് മാനേജ്മെൻറ്റിനെ, സ്റ്റോക്ക് മാനേജ്മെൻറ്റിനെ അല്ലെങ്കിൽ ആൾക്കാർ അന്നസസറി ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ലെങ്കിലും ഓക്കെ. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പ്രൈസ് ഗോജിങ് എന്ന് വിളിക്കുക. ഡൈനാമിക് പ്രൈസുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ട്. ഡൈനാമിക് പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ പല രീതിയിൽ ആ പ്രൈസ് ചാഞ്ചാടുകയാണ് ഡിമാൻഡിനനുസരിച്ചുകൊണ്ട്. ഗോജിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു അവസരം വരുമ്പോൾ അവൻ പൈസ കൂടും, പക്ഷെ അവൻ പൈസ കുറക്കുന്ന പരിപാടി, അതായത് 100 രൂപയുള്ളൊരു സാധനം അവൻ ഡിമാൻഡ് കൂട്ടിയിട്ട് 200 രൂപ വരെയാക്കും, പക്ഷേ ഡിമാൻഡ് ഇല്ലെങ്കിലും അത് 100 രൂപ തന്നെ ആയിരിക്കും, അതിൽ നിന്ന് കുറയില്ല. മറ്റവൻ എന്ത് ചെയ്യും, ഡിമാൻഡിനനുസരിച്ച് വീണ്ടും പ്രൈസ് കുറക്കും, പ്രൈസ് ഡൈനാമിക്സിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ പ്രൈസ് ഗോജിങ് എന്ന് പറയുന്നത്. ഓക്കെ റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മളുടെ 113 BRL 113 എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയറിലെ 3 ചോദ്യങ്ങളാണ്. ഈ ചോദ്യപേപ്പറുകളാണ്. ഈ ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് രൂപത്തിൽ എഴുതി തയ്യാറാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തത് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളെ ഒന്ന് ഓർമ്മിച്ചെടുക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അക്കാര്യങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നമ്മളുടെ ചോദ്യപേപ്പർ ഡിസ്കഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.